പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ആലോചനയുടെ വിഷയം ഇവിടെ ബിജു പറഞ്ഞതുപോലെ മാർക്സും വൈരുദ്ധ്യാത്മകതയും എന്നതാണ്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മാർക്സ് എന്ന് ഞാനിവിടെ പറയുന്നത് മാർക്സ് എന്ന ഒരാളെ മാത്രം പരിഗണിച്ചല്ല, മറിച്ച് മാർക്സിസം എന്നുള്ള വിശാലമായ ഒരു പെർസ്പെക്റ്റീവിലാണ്. ഇതങ്ങനെ പറയാൻ കാരണം അങ്ങനെയല്ല എന്ന് കരുതുന്ന ധാരാളം ചിന്തകരുണ്ട് എന്നതുകൊണ്ടാണ്. അതായത് മാർക്സിസ്റ്റുകൾ മാർക്സിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് മാർക്സിസ്റ്റുകളിൽ നിന്ന് ഉത്തമനായ മാർക്സിനെ രക്ഷിച്ചെടുക്കണം എന്നും കരുതുന്ന അക്കാദമിക ബുദ്ധിജീവികളൊക്കെ ലോകത്ത് ധാരാളം ഉണ്ട്. പൊതുവെ സർവകലാശാല പണ്ഡിതന്മാര് അങ്ങനെയാണ്. അപ്പോ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അവര് എംഗൽസ്, ലെനിൻ, പിൽക്കാല മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രയോഗങ്ങൾ ഇതൊക്കെ മാർക്സിന് പുറത്തു നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് കരുതുകയും അതുകൊണ്ട് മാർക്സിനെ ഒരു ചിന്തകൻ എന്ന നിലയിൽ കാണുകയും അത് വേറിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി മാർക്സിയൻ എന്ന് പ്രയോഗിക്കുകയും ചെയ്യും. അവർ മാർക്സിസ്റ്റ് എന്ന് പ്രയോഗിക്കില്ല. ഒരു ഇസം എന്ന നിലയിലല്ല, ഒരാള് ഒരു ചിന്തകൻ എന്ന നിലയിൽ കാണുക എന്നതാണ് ഈ മാർക്സിസ്റ്റ് വ്യവച്ഛേദത്തിന്റെ താല്പര്യം. വലിയ ചിന്തകനായിട്ട് മാർക്സിനെ അംഗീകരിക്കുന്നവർ പക്ഷെ മാർക്സിസ്റ്റ് ചിന്താപാരമ്പര്യത്തെ ആ നിലയിൽ കാണുന്നില്ല. അത് എംഗൽസ് മുതൽ ഇങ്ങോട്ട് തെറ്റാണ് എന്നാണ് അവർ പൊതുവെ കരുതുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കരുതുന്നവരുണ്ട്. അപ്പൊ അത് ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളല്ല. മാർക്സിസ്റ്റ് ചിന്താ പാരമ്പര്യം ആകമാനം ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൂടി ചേർത്താണ് നാം ഇന്ന് മാർക്സിനെ മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചും പറയാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മാർക്സിന്റെ സ്വന്തം രചനകളെ മാത്രം മുൻനിർത്തിയല്ല, അതിനുശേഷമുള്ള ഒരു 1.5 നൂറ്റാണ്ട് കാലത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രയോഗങ്ങളുടെയും സൈദ്ധാന്തിക വിചാരങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന മാർക്സ്. ഇപ്പോ മാർക്സിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നിക്കൂടായികയൊന്നുമില്ല. പണ്ടൊരു ഫലിതമുള്ളത് ഈ എ.സി. ബ്രാഡ്ലി ആണല്ലോ ഷേക്സ്പിയറെ വ്യാഖ്യാനിച്ച്. ഷേക്സ്പിയറിയൻ ട്രാജഡി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഷേക്സ്പിയറുടെ 4 ട്രാജഡികൾ, മാക്ബത്ത്, ലിയർ, ഹാംലെറ്റ്, ജൂലിയസ് സീസറാണ്. വ്യാഖ്യാനിക്കുന്നത് ബ്രാഡ്ലിയാണ്. അത് കാലത്തെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ്. ഒരു ഫലിതമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്സ്പിയറിയൻ ട്രാജഡിയുടെ പരീക്ഷ എഴുതി, MA പരീക്ഷ. മുപ്പര് പാസ്സായില്ല. കാരണം ഈ വായിച്ചിട്ടില്ലല്ലോ. ബ്രാഡ്ലി വായിക്കാതെ പുള്ളിക്ക് പാസ്സാവാൻ പറ്റില്ല എന്നതുപോലെ ഇപ്പൊ ഗ്രൂണ്ടീസിനെ കുറിച്ചും മൂലധനത്തെ കുറിച്ചും ഒക്കെ എഴുതിയത് മുഴുവൻ വായിച്ചാൽ മാർക്സിന് തന്നെ ഒരു സംശയം തോന്നിക്കൂടാത്ത മട്ടിൽ ആശയങ്ങളുടെ ഒരു ലോകം മാർക്സിൽ നിന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പുറത്താണ്. മാർക്സ് ഒരു ഒറിജിനൽ, അങ്ങനെ ഒരു മൂലവാദത്തിൽ ഒരർത്ഥവുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ ഇപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് എറ്റിമോളജിയിൽ നിന്ന് തുടങ്ങി ജീനിയോളജി വഴി ആശയത്തിലേക്ക് ഇന്നലെ എത്തിയത് എന്ന് ചോദിച്ചാൽ, ഇതല്ലാതെ ഒരാളുടെ തലയിൽ പൊടുന്നനെ പൊട്ടി വീണതൊന്നുമല്ല. അത് പ്രീസോക്രറ്റിക് ഫിലോസഫി മുതൽ ഇങ്ങനെ പതിയെ രൂപപ്പെട്ട ആശയത്തിന്റെ വളർച്ചയുടെ ഒരു വലിയ ചരിത്രത്തിലാണ് ഹെഗല് ഡയലക്റ്റിക്സ് എന്നുള്ള ഒരു സംഗതിയെ പ്രതിഷ്ഠിക്കുന്നത്. നിശ്ചയമായിട്ടും അതിന്റെ തുടർച്ചയിൽ മാർക്സ് ഉണ്ട്. മാർക്സ് നടത്തിയ ഇടപെടലുകളെ കുറിച്ച് ഇപ്പോ അൽത്തൂസറെ പോലുള്ള ആളുകൾ നടത്തുന്ന വിമർശനമുണ്ട്. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന വാദമുണ്ട്. അപ്പൊ ഇതൊരു ഓൺഗോയിങ് ഡിബേറ്റ് ആയിട്ട് കാണാതെ ഏതോ പർട്ടിക്കുലർ പോയിന്റിൽ ഇത് വിശുദ്ധമായിരുന്നു, അപ്പുറം ഇപ്പുറം കളങ്കായി പോയി എന്ന് കരുതുന്ന ഒരു യുക്തിയോട് പൊതുവിൽ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പൊസിഷൻ ഇതാണ്. ഞാൻ മറ്റൊരു പൊസിഷൻ ഒരാൾ എടുക്കുന്നതിനെ തള്ളി പറയല്ല, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം. ഞാൻ ഇതിനിങ്ങനെ കാണുന്നുള്ളൂ എന്ന് ആദ്യമേ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്സിന്റെ ചിന്തയെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നുമില്ല. മാർക്സ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. മാർക്സ് എന്നല്ല, എംഗൽസും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എംഗൽസ് ഉപയോഗിച്ച വാക്ക് മെറ്റീരിയലിസ്റ്റ് ഡയലക്റ്റിക് എന്നൊരു വാക്ക് എംഗൽസ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയിൽ ഉപയോഗിക്കുന്നുണ്ട്. 1883 മാർക്സ് മരിച്ച വർഷമാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന സൂചന ആദ്യം വരുന്നത് ഇവരുടെ സുഹൃത്തായിട്ടുള്ള ജോസഫ് ഡീറ്റ്സ്ജൻ എന്നു പേരായ ഒരാളാണ് 1887 ആദ്യമായിട്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന പ്രയോഗം കൊണ്ടുവരുന്നത്.
അത് ആധികാരികമായി പറഞ്ഞുറപ്പിക്കുന്നത് പ്ലഖനോവാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായിരുന്ന പ്ലഖനോവ് 1891 ആ വാക്ക് ശക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കൗട്സ്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ വാക്ക് തന്നെ. എങ്കിലും അത് സമ്പൂർണമായി ഉറയ്ക്കുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ഒരു ആശയാടിസ്ഥാനം, ആദർശപരമായ അടിസ്ഥാനം, സൈദ്ധാന്തിക അടിസ്ഥാനമായി ഇതിനെ കാണുന്നത് സ്റ്റാലിന്റെ പുസ്തകത്തോടെയാണ്. വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന ഗ്രന്ഥം, അത് 1938 ആ ഗ്രന്ഥത്തോടെയാണ് ഇതൊരു ഒഫീഷ്യൽ പ്രോഗ്രാമിന്റെ പദവിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ വാക്കിന്റെ രൂപീകരണത്തിന് തന്നെ ഒരു 4 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് എന്നർത്ഥം. അത് തുടക്കം മുതലേ അങ്ങനെയല്ല. പക്ഷെ മാർസിൽ ബേസിക്കലായി ഈ 2 ഘടകങ്ങളുണ്ട്. ഡയലക്റ്റിക്സ് ഉണ്ട്, അതുപോലെ മെറ്റീരിയലിസവും ഉണ്ട്. മാർക്സ് പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന പോലെ മാർക്സ് ഡയലക്റ്റിക്സിനെ കുറിച്ച് കുറച്ച് എഴുതണം എന്നൊക്കെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് എഴുതാൻ കഴിഞ്ഞില്ല. എഴുതാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്താണ് മാർക്സിന്റെ ഡയലക്റ്റിക്സ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത വിശദീകരണങ്ങൾ. അപ്പൊ മാർക്സിന്റെ ചിന്താ പാരമ്പര്യത്തിനകത്ത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താ പാരമ്പര്യത്തിനകത്ത് ഡയലക്റ്റിക്സുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 തരം സാധ്യതകളുണ്ട്. അതിലൊന്ന് മൂലധനത്തിൽ മാർക്സ് പ്രയോഗിച്ച് കാണിച്ചതും മൂലധനത്തിൽ നിന്ന് നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാവുന്നതുമായ ഒരു മെത്തേഡാണ്. വേണമെങ്കിൽ നമുക്കതിനെ എപ്പിസ്റ്റമോളജിക്കൽ ഡയലക്റ്റിക്സ് എന്ന് കാണാം. അതായത് ജ്ഞാനസമ്പാദനത്തിന്റെയും ജ്ഞാന രൂപീകരണത്തിന്റെയും ഒരു മെത്തേഡ് എന്ന നിലയിൽ എങ്ങനെയാണ് മാർക്സ് ഡയലക്റ്റിക്സിനെ ഉപയോഗപ്പെടുത്തിയത് എന്ന് അദ്ദേഹം സിദ്ധാന്ത രൂപത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷനാണ് ഈ മൂലധനത്തിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു എപ്പിസ്റ്റമോളജിക്കലായ ഒരു തലത്തിൽ, ജ്ഞാനശാസ്ത്രപരമായ ഒരു തലത്തിൽ നമുക്ക് അതിനെ കാണാം. രണ്ടാമത്തെ ഒരു രീതിയായിട്ട് ഡയലക്റ്റിക്സ് മനസ്സിലാക്കപ്പെടുന്നത് എംഗൽസ് തന്നെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചറിലെ പ്രകൃതിയുടെയും യാഥാർത്ഥ്യത്തിന്റെയും അടിസ്ഥാന സ്വഭാവം എന്ന നിലയിൽ ലോസ് ഓഫ് ഡയലക്റ്റിക്സ്, വൈരുദ്ധ്യാത്മക നിയമങ്ങൾ എന്ന പേരിൽ, അത് അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയതല്ല, ഹെഗലിന്റെ സെൻസ് ഓഫ് ലോജിക്കിൽ നിന്ന് അദ്ദേഹം നിർദ്ധാരണം ചെയ്തെടുക്കുന്നതാണ്. ഹെഗലിന്റെ ആശയങ്ങൾ തന്നെയാണത്. എങ്കിലും അതിനെ ക്രമപ്പെടുത്തി ഒരു അടിസ്ഥാന തത്വങ്ങൾ എന്ന നിലയ്ക്ക് അത് പ്രകൃതി യാഥാർത്ഥ്യത്തിന്റെയും സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെയും അടിസ്ഥാന സ്വഭാവം എന്ന നിലയിലാണ് ലോസ് ഓഫ് ഡയലക്റ്റിക്സ്, വൈരുദ്ധ്യാത്മക നിയമങ്ങൾ എന്ന നിലയിൽ. അങ്ങനെ വരുമ്പോൾ അതൊരു എപ്പിസ്റ്റമോളജിക്കൽ മാത്രമല്ല, ഒരർത്ഥത്തിൽ ഓണ്ടോളജിക്കലുമാണ്, ഭവപരമാണ്. കാരണം യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന പ്രകൃതത്തെ കുറിച്ച് കൂടിയാണ് എംഗൽസ് സംസാരിക്കുന്നത്, ജ്ഞാനാർജനത്തെ കുറിച്ചല്ല. ഇത് രണ്ടിനും ശേഷം ഒരുപക്ഷെ ഹെഗേലിയനായ ഒരു വഴിയിലേക്ക് മാർക്സിനെ കൊണ്ടുപോകാൻ കൂടുതൽ തുടക്കം കുറിച്ചു എന്നും വെസ്റ്റേൺ മാർക്സിസത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായി എന്നും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ലൂക്കാച്ച് 1920കളുടെ തുടക്കത്തിൽ ഒരു ഗ്രന്ഥം എഴുതുന്നുണ്ട്, ഹിസ്റ്ററി ആൻഡ് ക്ലാസ് കോൺഷ്യസ്നസ്, ചരിത്രവും വർഗാവബോധവും. ആ കൃതിയിലൂടെ അദ്ദേഹം ഡയലക്റ്റിക്സിനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിന്റെ ഒരു അടിത്തറയായി ഉറപ്പിക്കുകയും ഒരു തരത്തിൽ ഒരു റിലേഷണൽ ഡയലക്റ്റിക്സ് എന്ന് വിളിക്കാവുന്ന ഒന്നായിട്ട് ഈ ഡയലക്റ്റിക്സിനെ വികസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിയാൽ 3 സുപ്രധാനമായ ഊന്നലുകൾ ഡയലക്റ്റിക്സ് എന്ന സങ്കല്പനത്തിനുണ്ട്. അത് എപ്പിസ്റ്റമോളജിക്കലായിട്ടും ഓണ്ടോളജിക്കലായിട്ടും റിലേഷണലായിട്ടും നമുക്ക് കാണാൻ പറ്റും. ലൂക്കാച്ചിന് ശേഷം ഉണ്ട് കേട്ടോ. ഇപ്പോ ഓൺ ഡയലക്റ്റിക്സ് എന്ന പേരില്, മറ്റേ ഓൺ കോൺട്രഡിക്ഷൻസ് എന്ന പേരില് നമ്മുടെ മാവോ സേതുങ് എഴുതിയ പ്രസിദ്ധമായ പ്രബന്ധം, അതുപോലെ ലെനിന്റെ ഫിലോസഫിക്കൽ നോട്ട്ബുക്സ്, ഇതിലൊക്കെ ഡയലക്റ്റിക്സിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെ അന്തിമമായി നിർവചിക്കപ്പെട്ട് കഴിഞ്ഞ, എന്നേക്കുമായി ആദ്യമേ വിശദീകരിക്കപ്പെട്ട ഒരു തത്വമായിട്ടല്ല മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിലുള്ളത്. അതൊരു ഇവോൾവിംഗ് ആയ ഒരു ആശയമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ കരുതുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികത, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത് പ്രധാനപ്പെട്ട ഒരു സങ്കല്പനം തന്നെയാണ്. അത് മാർക്സിസത്തോട് ചേർന്ന് പോകുന്നതാണ്.
എന്നും ഞാൻ കരുതുന്നു. മാർക്സിന്റെ ചിന്തയുടെ ആധാരം തന്നെയാണ്. ഇക്കാര്യത്തിൽ നമ്മൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ മാർക്സ് ഡയലക്റ്റിക്സിനെ കുറിച്ച് ഏറ്റവും സംഗ്രഹ രൂപത്തിൽ എഴുതിയത് മൂലധനത്തിന്റെ ജർമ്മൻ പതിപ്പ്, രണ്ടാം പതിപ്പ് ഇറങ്ങുന്ന സമയത്താണ്. 1873 മൂലധനത്തിന്റെ രണ്ടാം പതിപ്പ് ജർമ്മൻ ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്. മൂലധനത്തിന് ഒരു ചരിത്രമുണ്ട് കേട്ടോ. അതില് കൗതുകകരമായി വായിക്കാവുന്ന ഒരു ചെറിയ പുസ്തകം ഫ്രാൻസിസ് വീൻ എന്നു പേരായ മാർക്സിന്റെ തന്നെ ജീവചരിത്രകാരനാണ്. അദ്ദേഹം രസമായിട്ട് എഴുതിയിട്ടുണ്ട് ബയോഗ്രഫി ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഈ മൂലധനം എഴുതാൻ വേണ്ടി മാർക്സ് നടത്തിയ പെടാപ്പാടുകളും അതിൽ മാർക്സിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും ഒക്കെ അദ്ദേഹം രസമായിട്ട് അതില് വിശദീകരിച്ചിട്ടുണ്ട്. നല്ല കൗതുകമുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ഈ മൂലധനത്തിന്റെ ഒന്നാം അധ്യായം എന്ന് പറയുന്നത് ചരക്കുകളെ കുറിച്ചാണ്. വളരെ സങ്കീർണമായ ഒരു അധ്യായമാണ്. അപ്പൊ ഇതിന്റെ കരട് തയ്യാറാക്കിയിട്ട് മാർക്സ് എംഗൽസിന് അയച്ചു കൊടുത്തു. അവർ തമ്മിൽ വ്യത്യാനം എന്നോണം കത്ത ഇടപാടുണ്ട്. അപ്പൊ എംഗൽസ് ഇത് വായിച്ചിട്ട് മാർക്സിനോട് ചോദിച്ചു, ഇത് ആര് വായിക്കുന്നത് എഴുതിയിട്ടാണ് ഇയാൾ എഴുതുന്നത് എന്ന് ചോദിച്ചു. കാരണം അമ്മാതിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടെക്സ്റ്റാണ് കേട്ടോ. ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരാളും വായിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ എഴുതിയ ആദ്യത്തെ അധ്യായം പോലെയാണ് ആ അധ്യായം. അതിൽ ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പൊ അത് പരിഷ്കരിക്കണം എന്ന് എംഗൽസ് പറഞ്ഞു. മാർക്സ് പരിഷ്കരിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാർക്സ് പരിഷ്കരിച്ചത് അല്പം ചില വാക്യങ്ങളിലൊക്കെ ചില ഭേദഗതികൾ വരുത്തി അക്ഷരത്തെറ്റൊക്കെ തിരുത്തി എന്നല്ലാതെ ബേസിക് സ്ട്രക്ചർ യാതൊന്നും മാറ്റാതെ നേരെ പ്രസിലേക്ക് വിടുകയാണ് ചെയ്തത്. കാരണം അത് അതിന്റെ ഒരു കാതലാണെന്നൊരു തോന്നല് മാർക്സിന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മൂലധനം 1867 പുറത്തു വരുമ്പോ ഇവരുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു വന്ന പാടെ ലോകം മുഴുവൻ വിപ്ലവം കൊണ്ട് തീപിടിക്കും, ലോകം മുഴുവൻ മാറാൻ പോകുന്നു എന്ന വലിയ പ്രതീക്ഷയിലാണ് ഇത് 1867 പുറത്തു വന്നത്. 1000 കോപ്പിയാണ് അച്ചടിച്ചത്. 5 കൊല്ലം കൊണ്ട് വിറ്റ് തീർന്നില്ല. ഇങ്ങനൊരു പുസ്തകം വന്ന കാര്യം ലോകത്താരും അറിഞ്ഞില്ല. സമ്പൂർണമായ മാർക്സത്തെ കുറിച്ച് പറയുന്നുണ്ട്. there is a conspiracy of silence against that book എന്നാണ് മാർക്സ് പറയുന്നത്. കോൺസ്പിരസി ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ ഒരു ഗൂഢാലോചന അതിനെതിരെ നടക്കുന്നുണ്ട്. എംഗൽസിന്റെ വലിയൊരു ശ്രമം എന്തായിരുന്നു വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ചർച്ചയിൽ വരുത്തണമല്ലോ. അതുകൊണ്ട് എംഗൽസ് ഇതിനെ അനുകൂലിച്ച് ധാരാളം റിവ്യൂ പല പേരിൽ എഴുതി. സ്വന്തം പേരിൽ മാത്രമല്ല, പല പേരിൽ എഴുതി. എംഗൽസ് ചെയ്തൊരു പണി എന്താ വെച്ചാൽ കള്ളപ്പേരിൽ ഇതിനെതിരെ ലേഖനം എഴുതി, മൂലധനത്തിനെതിരെ. എന്നിട്ട് സ്വന്തം പേരിൽ മറുപടി എഴുതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജർമ്മൻ ഭാഷയിലൊന്നും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് മൂലധനത്തിന് കാണുന്ന പദവിയൊക്കെ വളരെ പിന്നീടാണ് വന്നത്. യാഥാസ്ഥിതികത്വത്തിന്റെ കരിങ്കൽ കോട്ട എന്ന് മാർക്സ് വിശേഷിപ്പിച്ച റഷ്യയിലാണ് വാസ്തവത്തിൽ ഈ മൂലധനം ആദ്യമായി സക്സസ്ഫുൾ ആയി വായിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് മാർക്സ് പറയുന്നുണ്ട്, ഇതൊരു യാഥാസ്ഥിതികത്തിന്റെ ഈ നെടുങ്കോട്ട എന്ന് ഞാൻ എഴുതിയ സ്ഥലത്താണല്ലോ എന്റെ ഈ കൃതി നന്നായി പെട്ടെന്ന് തന്നെ അതിന്റെ വിവർത്തനം വന്ന് വലിയ തോതിൽ വായിക്കപ്പെട്ടു. വലിയ തോതിൽ ആദ്യം അത് വിറ്റഴിക്കപ്പെടുന്നത് റഷ്യൻ ഭാഷ. അതുകൊട്ടെ അപ്പൊ അതിന്റെ രണ്ടാം പതിപ്പ് 1867 വന്ന കൃതിയുടെ രണ്ടാം പതിപ്പ് 1873 ഏതാണ്ട് 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതിന്റെ പ്രിഫേസില് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർക്സിന്റെ ഡയലക്റ്റിക്സിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അതിന്റെ പ്രിഫേസില് അവസാനത്തെ ഒരു 3 ഖണ്ഡികകളിലായിട്ട് അദ്ദേഹം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വായിക്കാം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയ പ്രോബ്ലത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്. എന്താണ് മാർക്സും ഹെഗലും തമ്മിലുള്ള ബന്ധവും അകലവും? അത് മാർക്സ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. മാർക്സ് പറയുന്നതാണ്, my dialectic method is not only different from the Hegelian, but is its direct opposite. To Hegel, the life process of the human brain, that is the process of thinking, which under the name of idea, he even transforms into an independent subject, is the demiurgos of the real world. And the real world is solely the external phenomenal from of the idea. With me, on the contrary, the idea is nothing else than the material world reflected by the human mind and translated into forms of thought. ഹെഗൽ എന്റെ
വൈരുദ്ധ്യാത്മക രീതി ഹെഗലിൻ്റെതിൽ നിന്ന് മൗലികമായി വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല, അതിന് നേർവിപരീതവുമാണ്. പ്രധാനപ്പെട്ട ഒരു ഉന്നതം. ഹെഗലിന് മനനക്രിയയാണ് യഥാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവ്. ചിന്ത. അതിന് അദ്ദേഹം ഒരു പേര് കൊടുക്കുന്നു, സ്വതന്ത്ര കർത്തൃത്വം ആരോപിച്ച് ആശയം എന്ന് കൊടുക്കുന്നു. മാർക്സ് പറയുന്നുണ്ട്, ചിന്തയെയാണ് വാസ്തവത്തിൽ ഹെഗൽ ആശയം എന്ന് വിളിക്കുന്നത്. അതിനൊരു ഇൻഡിപെൻഡന്റ് സബ്ജക്ടിവിറ്റി ഉണ്ട് എന്ന് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹം പറയുന്നുണ്ട്, അണ്ടർ ദ നെയിം ഓഫ് ദ ഐഡിയ. ഇതാണ് ലോകം ത്തിന്റെ അടിസ്ഥാന ചേതന എന്ന് ഹെഗല് കരുതുന്നു. അതുകൊണ്ട് യഥാർത്ഥ ലോകം ആശയത്തിന്റെ ബാഹ്യപ്രകാശനമായി മാറും. ചിന്താപരമായ ഒരു പ്രക്രിയയെ ആശയമെന്ന് വിളിച്ച് ഈ ആശയത്തിന്റെ ബാഹ്യപ്രകാശനമാണ് ലോകം എന്നാണ് ഹെഗല് കരുതുന്നത്. എന്റെ വീക്ഷണത്തിലാവട്ടെ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി രൂപാന്തരം വന്ന ഭൗതിക ലോകമല്ലാതെ മറ്റൊന്നുമല്ല ആശയം. അതുകൊണ്ട് മനുഷ്യ മസ്തിഷ്കം ഭൗതിക ലോകവുമായി പ്രതിപ്രവർത്തിച്ച് അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുന്നതാണ് ആശയം. ഇതിനാണ് പിന്നീട് അദ്ദേഹം മറ്റൊരു ഭാഗത്ത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. The mystification which dialectic suffers in Hegel's hand by no means prevents him from being the first to present its general form of working in a comprehensive and conscious manner. ഇതിന്റെ പേരിൽ അദ്ദേഹം ഹെഗലിനെ തള്ളിക്കളയുന്നില്ല. ഹെഗലിൽ വൈരുദ്ധ്യാത്മകതയ്ക്ക് ഒരു മിസ്റ്റീരിയസ് ഫോം കൈവന്നു, ഒരു ഗൂഢാത്മക പരിവേഷം വന്നു എന്നത് വൈരുദ്ധ്യാത്മകതയെ സമഗ്രമായിട്ടും സംക്ഷിപ്തമായിട്ടും അവതരിപ്പിച്ച ആൾ എന്ന അദ്ദേഹത്തിന്റെ പദവിയെ ഇല്ലാതാക്കുന്നില്ല. അടുത്തതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം. വിത്ത് ഹിം ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് ഹെഡ്, ഇറ്റ് മസ്റ്റ് ബി ടേൺ റൈറ്റ് സൈഡ് അപ്പ് അഗെയിൻ. ഹെഗലിൽ അത് തലകീഴായി നിൽക്കുകയാണ്, നമുക്കതിനെ നേരെ നിർത്തേണ്ടതുണ്ട്. ഇഫ് യു വുഡ് ഡിസ്കവർ ദ റാഷണൽ കർണൽ വിതിൻ ദ മിസ്റ്റിക്കൽ ഷെൽ, അതിന്റെ ഗൂഢാത്മകമായ പുറന്തോടിനുള്ളിലെ യുക്തിപരമായ അതിന്റെ പരിപ്പ്, കാതൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിനെ തിരിച്ചു നിർത്തേണ്ടത്. അതുകൊണ്ട് ഹെഗലിനോടുള്ള, പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, അദ്ദേഹം അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ബീച്ച് സ്വാഗതം പറഞ്ഞപ്പോ സൂചിപ്പിച്ചതുപോലെ ഔട്ട്ഡേറ്റഡ് ആണല്ലോ മാർക്സ് എന്ന് കരുതുന്നത് പോലെ അന്ന് ഹെഗല് ഒരു ചത്ത പട്ടിയാണ് എന്ന് കരുതുന്ന പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മാർക്സ് മനോഹരമായി പറയുന്നുണ്ട്. The mystifying side of Hegelian dialectic, which I criticized nearly 30 years ago at a time when it was still in the fashion. But just as I was working at the first volume of Das Kapital, it was the good pleasure of the peevish, arrogant, mediocre, who now talk large in cultured Germany, to treat Hegel in the same way as the brave Moses Mendelssohn in Lessing's time treated Spinoza, that is, as a dead talk. I therefore openly avowed myself the pupil of that mighty thinker. അതുകൊണ്ട് ഞാൻ ആ മഹാനായ ചിന്തകന്റെ വിദ്യാർത്ഥിയായി സ്വയം പ്രതിഷ്ഠിക്കുന്നു. And even here and there in the chapter on the theory of value with the modes of expression peculiar to King, അദ്ദേഹത്തിന്റെ ചില ആശയാവലികൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇതിലും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. തനിക്ക് ഹെഗലിനോടുള്ള കടപ്പാടിനെയോ ഹെഗലിൽ നിന്ന് താൻ ബോറോ ചെയ്തിരിക്കുന്നു എന്നതിനെയോ മറച്ചു വെക്കാനോ ഒരു ചത്ത പട്ടിയെ പോലെ സ്പിനോസയെ മുമ്പ് പണ്ഡിതന്മാര് കണ്ടതുപോലെ ഹെഗലിനെ കാണാൻ ഞാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം, അതുകൂടി പ്രധാനമാണ്. In its mystified form, dialectic became the fashion in Germany. അതിന്റെ ഗൂഢാത്മക പരിവേഷത്തിൽ ജർമ്മനിയിൽ വൈരുദ്ധ്യാത്മകത ഒരു ഫാഷൻ ആയിരുന്നു. Because it seemed to transfigure and to glorify the existing state of things. എന്തുകൊണ്ടെന്നാൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളെ ആദർശവൽക്കരിച്ച് നിഗൂഢവൽക്കരിച്ച് അവതരിപ്പിക്കാൻ ഹെഗലിന്റെ ഗൂഢാത്മകമായ വൈരുദ്ധ്യവാദത്തിന് കഴിയുമായിരുന്നു.
in its rational form. It's a scandal and abomination to bourgeoisdom, and its doctrinaire professors, because it includes in its comprehension an affirmative recognition of the existing state of things, at the same time also the recognition of the negation of that state of its inevitable breaking up. പക്ഷെ അതിന്റെ യുക്തിസഹമായ തലത്തിലേക്ക് നാം അതിനെ കൊണ്ടുപോയാൽ നിശ്ചയമായും അത് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ തിരുത്തലായി തീരുകയും ഉപദേശകരായ പ്രൊഫസർമാർക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന മറ്റ് മാർസിന്റെ ഒരു പ്രയോഗം അതുകൂടിയാണ്. ഡോക്ടർ പ്രൊഫസേഴ്സ് അവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, അവർക്ക് അസ്വാസ്ഥ്യം ഉളവാക്കുന്ന മട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ തിരുത്തുന്ന ഒരു ശക്തിരൂപമായിട്ട് അത് മാറിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് ഹെഗേലിയൻ ഡയലക്റ്റിക്സിന്റെ രണ്ട് സാധ്യതകളെ മാർക്സ് കാണുന്നുണ്ട്. അത് ഞാൻ ഇത്ര ഉദ്ധരിച്ചെന്താ വെച്ചാൽ ഇന്നലെ നമുക്ക് അങ്ങനെ ഒരു ചർച്ച വന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശദമായിട്ട് പറയാൻ ശ്രമിച്ചത്. ഹെഗലിനെ സംബന്ധിച്ച് മാർക്സിനെ സംബന്ധിച്ച് ഹെഗല് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പക്ഷെ ഹെഗലുമായി തനിക്ക് അടിസ്ഥാനപരമായ വിയോജിപ്പുണ്ട് എന്ന കാര്യം മാർക്സ് പറയുന്നു. എവിടെയാണ് ആ വിയോജിപ്പിന്റെ കാതൽ എന്നതാണ് അദ്ദേഹം ഈ വളരെ ബ്രീഫായിട്ടുള്ള ഏതാണ്ട് ഒരു 3 പാരഗ്രാഫിൽ മാത്രമാണ് അദ്ദേഹം ഇത് പറയുന്നത്. മറ്റെവിടെയും ഡയലക്റ്റിക്സിനെ കുറിച്ച് മാർക്സ് നേരിട്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അകത്തൊക്കെ ഇതിനകത്തുണ്ട്. അത് ഞാൻ ആദ്യ ഭാഗം ഒന്നുകൂടി വായിക്കാം. എന്റെ വൈരുദ്ധ്യാത്മക രീതി ഹെഗലിൽ നിന്ന് മൗലികമായി വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, അതിന് വിപരീതവുമാണ്. ഹെഗലിന് മനന പ്രക്രിയയാണ് യഥാർത്ഥ ലോകത്തിന്റെ സ്രഷ്ടാവ്. ഈ മനന പ്രക്രിയ നമ്മുടെ ചിന്താപരമായ ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്നലെ ചർച്ചയിൽ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ആശയം എന്ന അതിന് സ്വതന്ത്ര കർത്തൃത്വം ആരോപിച്ച് അദ്ദേഹം ആശയം എന്ന പേര് നൽകിയിരിക്കുന്നു. ഈ തോട്ട് പ്രോസസ്സിനെയാണ് ഒരു ഫ്രീ സബ്ജക്റ്റ് എന്ന പദവിയിൽ പ്രതിഷ്ഠിച്ച് അതിന് ഐഡിയ എന്ന് ഹെഗലെ വിളിക്കുന്നത്. യഥാർത്ഥ ലോകം ആശയത്തിന്റെ ബാഹ്യപ്രകാശനമായി തീരുന്നു ഹെഗലിൽ. യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് ഈ കണ്ടംപ്ലേറ്റീവായി ധ്യാനാത്മകമായി നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആശയത്തിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസസോ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനോ മാത്രമായിരിക്കുന്നു. എന്റെ വീക്ഷണത്തിലാകട്ടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി രൂപാന്തരം വന്ന ഭൗതിക ലോകമല്ലാതെ മറ്റൊന്നുമല്ല ആശയം. ആ വാക്യം ശ്രദ്ധിക്കണം, സങ്കീർണമാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം, വസ്തുലോകവുമായി മനുഷ്യർ നടത്തുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒന്നായിട്ടാണ് മാർക്സ് ആശയത്തെ കാണുന്നത്. കേവല വസ്തുവുമല്ല, കേവല ആശയവുമല്ല. കാരണം കേവല വസ്തു അപ്പുറത്ത് നിൽക്കുകയല്ല. ആ കേവല വസ്തു എന്ന സങ്കല്പത്തോട് മാനുഷികത നടത്തുന്ന ഇടപെടലിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒന്നായിട്ടാണ് ആശയത്തെ അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് ഹെഗലും മാർക്സും തമ്മിൽ ചേർച്ചയുമുണ്ട്, അകൽച്ചയുമുണ്ട്. മാർക്സ് ഹെഗലിന്റെ വെറും ഒരു തുടർച്ചയല്ല, വെറും ഒരു നിഷേധവും അല്ല. ചേർച്ച ഏതിലൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച നമ്മുടെ പാരീസ് മാനുസ്ക്രിപ്റ്റ്സ് എന്നറിയപ്പെടുന്ന എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സില് മാർക്സ് ഒരു സ്ഥലത്ത് ഹെഗലിന്റെ, ഞാനത് വായിക്കുന്നില്ല, അതില് വായിച്ചു വെറുതെ നമ്മള് പബ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, നിങ്ങൾ പറ്റുമെങ്കിൽ അത് വായിക്കുക കേട്ടോ. നമ്മുടെ 50 വോള്യങ്ങളായി മാർക്സ് എംഗൽസ് കൃതികളുടെ സമ്പൂർണ്ണ സമാഹാരമുള്ള ഒരു സ്ഥാപനം നമ്മുടെയാണ്, നമ്മുടെ ലൈബ്രറിയിലുണ്ട്. മൂപ്പര് ഒരു ചത്തവട്ടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പോയി നോക്കുന്നതല്ല. അതില് ഹെഗലുമായി തനിക്കുള്ള യോജിപ്പ് എവിടെയാണ്? 3 കാര്യങ്ങളാണ് ഹെഗലുമായുള്ള യോജിപ്പിന്റെ തലങ്ങൾ എന്ന് പറയാം. ഒന്ന്, മനുഷ്യൻ എന്നത് ഒരു സത്തയല്ല, മനുഷ്യൻ എന്നത് ഒരു പ്രക്രിയയാണ്, ഒരു ഡയലക്റ്റിക്കൽ പ്രോസസ്സാണ് മനുഷ്യൻ. അല്ലാതെ ഹ്യൂമൻ എസൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക്കായ ശാശ്വതമായ അതിമധ്യാന്ത പൊരുത്തത്തോടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു സത്താരൂപമല്ല മനുഷ്യൻ, ഒരു പ്രക്രിയയാണ്. 2, ഈ പ്രക്രിയയുടെ ആധാരം നിഷേധത്തിന്റെ നിഷേധമായി തുടരുന്ന വൈരുദ്ധ്യാത്മകതയാണ്. എന്താണ് ഈ പ്രക്രിയയെ സാധ്യമാക്കുന്നത്? ഡയലക്റ്റിക്സ് ആണ്.
ഡയലക്റ്റിക്സിന്റെ പൊരുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് ദ നെഗേഷൻ എന്നതാണ്. 3, ഈ നെഗേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അന്യവൽക്കരണം, അതായത് ആശയം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ആശയം അതിനെ നിഷേധിച്ച് പ്രകൃതിയായിത്തീരുന്നു, പ്രകൃതി അതിനെ നിഷേധിച്ച് സങ്കീർണ രൂപങ്ങളായിത്തീരുന്നു, അതിന്റെ ഭാഗമായിട്ട് മനുഷ്യനിലെത്തുന്നു, മനുഷ്യൻ വസ്തുഗതാത്മാവായും വ്യക്തിഗതാത്മാവായും വസ്തുഗതാത്മാവായും കേവലാത്മാവായും പരിണമിക്കുന്നു. അപ്പൊ ആശയം അതിനെ നിഷേധിച്ച് അതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടാണ് ആശയം എന്ന നിലയിലുള്ള അതിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് പ്രകൃതിയായിട്ട്. ഈ ഏലിയനേഷനാണ്, അന്യവൽക്കരണത്തിലൂടെയാണ് വാസ്തവത്തിൽ ചരിത്ര പ്രക്രിയ മുമ്പോട്ട് പോകും. ഇത് മാർക്സ് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അന്യവൽക്കരണം എന്നത് അടിസ്ഥാനപരമായി അന്യവൽക്കരണം എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് മാത്രമായിട്ട് തുടരുകയാണ് ചെയ്യുക, ഒന്ന് അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് എത്തിച്ചേരുന്ന അത് മാർക്സ് പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ആ ഒരു ഭാഗം ഒന്ന് വായിക്കണ്ടെന്ന് കരുതിയെങ്കിലും വായിക്കാം. The outstanding achievement of Hegel's phenomenology and the final outcome, the dialectic of negativity as the moving and generating principle, is the first conceives the self-creation of man as a process. ഒരു പ്രക്രിയയിലൂടെയാണ് ജനറേറ്റിംഗ് മനുഷ്യൻ ഉത്പാദക സ്വഭാവത്തിലേക്ക് എത്തുകയും conceives objectification as loss of the object as alienation and as transcendence of this alienation. നിങ്ങൾ കേവലാത്മാവ് അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് എന്താണ്? നിഷേധിക്കപ്പെടുകയും പ്രകൃതിയായി തീരുകയും ചെയ്യുന്നു. പ്രകൃതി അതിനെ വീണ്ടും നിഷേധിക്കുകയും വസ്തുരൂപങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത് വീണ്ടും നിഷേധിക്കപ്പെടുകയും മാനുഷികതയുടെ രൂപാർജിക്കുകയും ചെയ്യുന്നു. മാനുഷികത പല പടവുകൾ പിന്നിട്ട് കേവലാത്മാവിന്റെ തലത്തിലെത്തുന്നു, സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒന്ന് അതിനെ തന്നെ നിഷേധിച്ച് മറ്റൊന്നിലേക്ക് പരിവർത്തനപ്പെടുക എന്നത്, മറ്റൊന്നായി തീരുക എന്നത്, അത് അനിവാര്യമായൊരു ചരിത്ര പ്രക്രിയയായിട്ട് മാർക്സ് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളിലാണ് മാർക്സ് ഹെഗലുമായി യോജിക്കുന്നത്. മനുഷ്യനൊരു പ്രക്രിയയാണ് എന്നതിൽ ഈ പ്രക്രിയയുടെ ആധാരം എന്ന് പറയുന്നത് നിഷേധവും പിന്നെ നിഷേധത്തിന്റെ നിഷേധവുമാണ് എന്നതിൽ, നിഷേധത്തിന്റെ നിഷേധം എന്നതിലൂടെയാണ് മനുഷ്യൻ തന്റെ പൂർണ്ണ വികാസത്തിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആണ്. അപ്പൊ ഈ സ്തംഭനാവസ്ഥയെ ഭേദിക്കാൻ ഒന്ന് അതിനെ തന്നെ അതിവർത്തിക്കേണ്ടതുണ്ട്, അതായിരിക്കുന്നതിനെ മറികടക്കേണ്ടതുണ്ട്. ഈ മറികടക്കലിന്റെ ഒരു നിരന്തര പ്രക്രിയ അന്തിമമായി മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ മാനുഷികതയുടെ പൂർണ്ണ വികാസത്തിലേക്ക് എത്തിച്ചേരും എന്നും അദ്ദേഹം പറയും. ഇത്രയും കാര്യങ്ങളിൽ ഹെഗലും മാർക്സും തമ്മിൽ യോജിപ്പുണ്ട്. എന്നാൽ മാർക്സ് ഹെഗലിനോട് വിയോജിക്കുന്ന, നേരത്തെ പറഞ്ഞ വാക്യങ്ങളിലൂടെ മാർക്സ് ഹെഗലിനോട് വിയോജിക്കുന്നത് എവിടെയാണ് എന്നതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട 3 കാര്യം. 3 തലങ്ങളിൽ ഹെഗലിനോട് മാർക്സ് വിയോജിക്കുന്നു. ഒന്ന്, യാഥാർത്ഥ്യ ആധാരം, ഏത് യാഥാർത്ഥ്യത്തിന്റെ ഡയലക്റ്റിക്സ് ആണ്. ഹെഗലിന് ഈ ഡയലക്റ്റിക്സിന്റെ കർത്തൃത്വം ആശയത്തിലാണ്. മാർക്സിനെ സംബന്ധിച്ച് വൈരുദ്ധ്യാത്മകതയുടെ കർത്തൃത്വം ആശയത്തിലല്ല, അത് ഭൗതിക.
പ്രജ്ഞ എന്നത് ആശയത്തിന്റെ നിഗേഷനാണ്, ഐഡിയ. കേവലാശയം എന്ന് പറയുന്ന ഒന്നിന്റെ നിഷേധമാണ് പ്രകൃതിയായിത്തീരുന്നത്. അതുകൊണ്ട് ലോകത്തിലെ യഥാർത്ഥ മനുഷ്യരും അവർ ജീവിക്കുന്ന പ്രകൃതിയും ഒക്കെ ആശയമെന്ന ആഖ്യയുടെ, ആശയമെന്ന കർത്താവിന്റെ കർമ്മങ്ങൾ. അവർക്ക് സ്വന്തം നിലയ്ക്ക് കർത്തൃത്വമില്ല. ആശയം വ്യക്തമാണല്ലോ. ആശയത്തിന്റെ നിഷേധത്തിലൂടെ നിലവിൽ വരുന്നതാണ് പ്രകൃതിയും അതിലെ മനുഷ്യൻ. അതുകൊണ്ട് കർത്തൃത്വം എന്തിനാണ്? കർത്തൃത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്തൃത്വത്തിലാണല്ലോ നമ്മൾ നിർവാഹകത്വത്തെ കൂടിപ്പെടുത്തുക. ഏജൻസി ഉള്ളത് സബ്ജക്റ്റിനാണ്, സബ്ജക്റ്റാണ് ഏജന്റായി മാറുന്നത്. അപ്പോ കർത്തൃത്വം എന്നത് ആശയത്തിന്, കർത്തൃത്വമുള്ള ആശയത്തിന്റെ നിഴലുകളോ അനുബന്ധങ്ങളോ ഒക്കെ ആയിട്ടാണ്, അതിന്റെ അന്യവൽകൃതാവസ്ഥ മാത്രമായിട്ടാണ് ഭൗതിക ലോകത്തെയും പ്രകൃതിയെയും ഹെഗല് കാണുന്നത്. അതുകൊണ്ട് ഹെഗലിനെ സംബന്ധിച്ച് പരിണാമത്തിന്റെ കർത്തൃത്വം മനുഷ്യരിലാണ് എന്ന് ഹെഗല് കാണില്ല. മനസ്സിലായില്ല? കേവലാശയത്തിലാണ്, ആശയം തന്നെയാണ് പരിണമിക്കുന്നത്. അങ്ങനെ ഹെഗലിൽ മനുഷ്യൻ എന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മൂർത്ത മനുഷ്യനല്ല, യഥാർത്ഥത്തിലുള്ള മനുഷ്യനല്ല, മറിച്ച് മനുഷ്യൻ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആശയം പ്രകൃതിയിലേക്കും പ്രകൃതി സങ്കീർണ രൂപങ്ങളിലേക്കും അതിനൊടുവിൽ മനുഷ്യനിലേക്കും. ഈ മനുഷ്യനിലാണ് ആത്മബോധം. ഈ ആത്മബോധം ഏതാണ്? ആദ്യത്തെ ആശയം. അപ്പൊ ഇങ്ങനെ അമൂർത്തമായ ഒരു ആത്മബോധത്തിന്റെ വാഹകർ മാത്രമായിരിക്കുകയും യാഥാർത്ഥ്യത്തിലുള്ള മൂർത്ത മനുഷ്യനെ നിരസിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് ഹെഗലിന്റെ ഡയലക്റ്റിക്സ്. മാർക്സ് ഹെഗലിനോട് ഇടയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല ഏറ്റവും കാതലായ പോയിന്റും ഇതാണ്. ഹെഗലിന് വൈരുദ്ധ്യാത്മകതയുടെ കർത്തൃസ്ഥാനം ആശയമാണ്. മാർക്സിനെ സംബന്ധിച്ച് മൂർത്ത മനുഷ്യരാണ്. മറ്റൊരു ഭാഷയിൽ, സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ, ഹെഗലിൽ ബോധം മനുഷ്യരുടെ സവിശേഷതയായിട്ടല്ല, ബോധത്തിന്റെ സവിശേഷാവിഷ്കാരമായിട്ട് മനുഷ്യരുമാണ്. വ്യക്തമായ ബോധത്തിന്റെ ആവിഷ്കാരമാണ് മനുഷ്യൻ, മനുഷ്യരുടെ സവിശേഷതയല്ല ബോധം. കാരണം ആശയം, ആശയത്തിന്റെ നിഷേധത്തിലൂടെ പ്രകൃതി, പ്രകൃതിയുടെ നിഷേധത്തിലൂടെ സങ്കീർണ രൂപങ്ങൾ, ആ സങ്കീർണ രൂപങ്ങളിൽ ഒന്ന് ആത്മബോധമുള്ള മനുഷ്യൻ. ആത്മബോധമുള്ള മനുഷ്യൻ വ്യക്തിഗതാത്മാവ്, വസ്തുഗതാത്മാവ്, കേവലാത്മാവ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ബോധത്തിന്റെ ഒരു, എന്താ പറയാ, ബോധത്തിന്റെ ഒരു സവിശേഷ രൂപമാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഒരു സവിശേഷതയല്ല. വ്യക്തമായ മനുഷ്യന്റെ സവിശേഷതയായി മനുഷ്യനിൽ വർത്തിക്കുന്ന ഒന്നായിട്ടല്ല ബോധത്തെ കാണുന്നത്. ബോധം പിന്നിട്ട് പോരുന്ന പല പടവുകളിൽ ഒരിടത്ത് മനുഷ്യനുണ്ട്. ഈ ഉന്നല് മാർക്സിന് സ്വീകാര്യം. മാർക്സിനെ സംബന്ധിച്ച് മൗലികമായ ചരിത്രഗതിയുടെ സൂത്രധാരകത്വം, പ്രൊട്ടാഗനിസ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി, അത് മനുഷ്യവംശം, അല്ലാതെ ബോധമല്ല. ആ ബോധം എന്ന അമൂർത്ത തത്വത്തെ, ഇതാണ് തലകെട്ടി നിന്നു എന്ന് പറയും. ഈ ബോധത്തെ കേന്ദ്രത്തിൽ കർത്തൃസ്ഥാനത്ത് നിർത്തുകയും മനുഷ്യനെ അതിന്റെ അനുബന്ധമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാർക്സിനെ സംബന്ധിച്ച് മനുഷ്യൻ എന്ന് പറയുന്നത് ഹെഗലിനെ പോലെ അമൂർത്തമായ ആത്മബോധത്തിന്റെ സംവാഹകരല്ല. ഹെഗലിന് മനുഷ്യൻ അമൂർത്തമായ ആശയം പരിണമിച്ചെത്തിയ ആത്മബോധം, കേവലാത്മാവിന്റെ ഉദയം. അങ്ങനെ അമൂർത്തമായ ആത്മബോധത്തിന്റെ രണ്ട് ഘടകങ്ങളാണ്. പ്രകൃതിയിലും മനുഷ്യനിലുമുള്ള, സമൂഹത്തിലുമുള്ള വേരാണ് മനുഷ്യന്റെ മൂർത്തതയുടെ അടിസ്ഥാനം. ആ പ്രകൃതിയോടും സമൂഹത്തോടും മനുഷ്യൻ ഇടപെടുന്നത് മൂന്ന് തരങ്ങളിലാണെന്ന് പറയാം. ഒന്ന്
സംവേദനങ്ങളിലൂടെയാണ്, മറ്റൊന്ന് ആവശ്യ നിർവഹണത്തിനായുള്ള ശ്രമങ്ങളിലൂടെയാണ്, മൂന്ന് അധ്വാനത്തിൽ. അങ്ങനെ അധ്വാനത്തിലൂടെയും സംവേദനങ്ങളിലൂടെയും പ്രകൃതിയിലും സമൂഹത്തിലും വേരാഴ്ത്തി നിൽക്കുന്ന മൂർത്തതയായിട്ടാണ് മാർക്സ് മനുഷ്യനെ കാണുന്നത്. അതല്ലാതെ ബോധപരിണാമത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ ബോധത്തിന് കൈവരുന്ന വിശേഷ രൂപമായിട്ടല്ല. കണ്ടുപിടിക്കുക, ആശയത്തിൽ നിന്ന് കേവലാത്മാവിലേക്കുള്ള പരിണാമ പ്രക്രിയയുടെ ഒരു പടവിൽ ബോധത്തിന് കൈവന്ന സവിശേഷ രൂപമല്ല മനുഷ്യൻ, മറിച്ച് മാനുഷികതയുടെ ഒരു സവിശേഷ രൂപമാണ് ബോധം. മറിച്ച് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, അസ്തിത്വം ബോധത്തെ നിർണയിക്കുകയാണ്, മറിച്ചല്ല. എക്സിസ്റ്റൻസ് ഡിറ്റർമിൻസ് ദ കോൺഷ്യസ്നസ്, നോട്ട് വൈസ് വേഴ്സ. തിരിച്ചല്ല. ഹെഗലിനെ സംബന്ധിച്ച് അന്യവൽക്കരണമുണ്ട്, അതിനെ മറികടക്കലുമുണ്ട്. അന്യവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ് വസ്തുലോകം ഉണ്ടാകുന്നത്. വസ്തുലോകത്തെ മറികടന്നാണ് പ്രകൃതി ഭാഗം ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ ആ സൂക്ഷ്മരൂപങ്ങളെ മറികടന്നാണ് മനുഷ്യനിൽ ആത്മബോധം വരുന്നത്. കേവലാത്മാവാണ്. അന്യവൽക്കരണവും ഉണ്ട്, ഏലിയനേഷനും ഉണ്ട്, ഡിസേലിയനേഷനും ഉണ്ട്. പക്ഷെ ഈ ഏലിയനേഷനും ഡിസേലിയനേഷനും നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആശയതലത്തിൽ. ആശയങ്ങളുടെ തലത്തിലാണ് ഹെഗലിൽ ഈ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ മാർക്സിനെ സംബന്ധിച്ച് ഇത് ആശയതലത്തിലല്ല. മാർക്സിന്റെ എക്കണോമിക് മാനുസ്ക്രിപ്റ്റ്സിലെ പ്രധാനപ്പെട്ട ഒരു വരി ഞാൻ വായിക്കാം. സമ്പത്തിനെയും ഭരണകൂടത്തെയും അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യസത്തയായി കാണുമ്പോഴും, ഹെഗൽ സമ്പത്ത്, ഭരണകൂടം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വസ്തുഗതാത്മാവാണ്. അതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ കേവലാശയത്തിന്റെ എന്താ പറയാ നിഷേധം വഴി, അന്യവൽക്കരണം വഴി രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് സമ്പത്തിനെയും ഭരണകൂടത്തെയും അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യസത്തയായി കാണുമ്പോഴും ഹെഗൽ അവയെ ആശയങ്ങളായി പരിഗണിച്ചു. ഹെഗലിനെ സംബന്ധിച്ച് അത് ആശയം മാത്രമായിട്ട് മാറുന്നു. അതുകൊണ്ടോ മാർക്സ് അടുത്ത വരി പറയുന്നത് അന്യവൽക്കരണത്തിന്റെയും അതിനെ മറികടക്കലിന്റെയും ചരിത്രം ഹെഗലിനെ സംബന്ധിച്ച് ആശയ നിർമ്മാണങ്ങളുടെ ചരിത്രം. ആശയങ്ങളാണ് ഇത് മുഴുവൻ. അതുകൊണ്ട് കണ്ടംപ്ലേറ്റീവായ ആശയ നിർമ്മാണം തന്നെയാണ് ഹെഗലിന് ഇതിനെ മറികടക്കൽ. വാസ്തവത്തിൽ അന്യവൽക്കരണവും അതിനെ മറികടക്കലും ഹെഗലിന് ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ മറികടക്കൽ സാധ്യമാവുക പ്രാക്ടീസിലാണ്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഫെയർബാക്ക് തിസീസിലെ 11ാം തിസീസിൽ അദ്ദേഹം പറയുന്നത്, philosophers have only interpreted the world, the problem is to change it. അപ്പോ അന്യവൽക്കരണം എന്ന ആശയം കണ്ടെത്തി. ഈ നേരത്തെ ഉദ്ധരിച്ചതിൽ ഹെഗലിന്റെ ശരിയുമുണ്ട്, ഹെഗലിന്റെ തെറ്റുമുണ്ട്. ഹെഗലിന്റെ ശരി എന്താണ്? സമ്പത്തിനെയും ഭരണകൂടത്തെയും ഒക്കെ മനുഷ്യസത്തയുടെ അന്യവൽകൃത രൂപങ്ങളായി കാണുന്നു. ശരിയാണ്. പക്ഷെ ഈ അന്യവൽക്കരണത്തെ ആശയമണ്ഡലം മാത്രമായി കാണുന്നു എന്നുള്ളത് തെറ്റുമാണ്. ഈ തെറ്റിനെയാണ് ഹെഗലിൽ നിന്ന് മാർക്സ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. മനുഷ്യാവസ്ഥയുടെ ആവിഷ്കാരങ്ങൾ തന്നെയാണ് ഭരണകൂടങ്ങളായിട്ടും സമ്പത്തായിട്ടും വരുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കേവല ആശയങ്ങളല്ല. മാർക്സിന്റെ ഈ പൊസിഷൻ മനസ്സിലാവാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് മാർക്സ് മതത്തെ കുറിച്ച് പറയുന്ന ഒരു ഒബ്സർവേഷൻ. എന്താണ് മതം? മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. രാജീവ് അതിനെ കുറിച്ച് പറയും, ഈ മയക്കലൊന്നും ഒറിജിനലില്ല. റിലീജിയൻ ഇസ് ദ ഒപ്പിയം ഓഫ് ദ മാൻ. പക്ഷെ പറഞ്ഞു ഇപ്പൊ ഒരു കലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മതം മനുഷ്യന്റെ കറുപ്പാണെന്നേ വാസ്തവത്തിലുള്ളൂ. അതിനു മുമ്പാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേൾഡ്, ഹേർട്ട് ഓഫ് ദ ഹെർട്ട്ലെസ് കണ്ടീഷൻ എന്നൊക്കെ വളരെ പോസിറ്റീവായി പറഞ്ഞതിന് ശേഷമാണ് ഒപ്പിയം ഓഫ് ദ മാൻ എന്ന് പറയുന്നത്. ഞാൻ ആ വാക്യത്തിന്റെ ഉള്ളിലേക്ക് വരികയല്ല. മാർക്സ് അത് അവിടെ ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തില് ഈ ശസ്ത്രക്രിയയുടെ ഒക്കെ സന്ദർഭത്തിൽ വേദന സംഹാരിയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഒന്നും ഇല്ലല്ലോ, ഒപ്പിയാണ്. കറുപ്പ് ഉപയോഗിച്ചിട്ട് മയക്കി കിടത്തിയിട്ടാണ് ഈ പറയുന്ന ചികിത്സകളൊക്കെ നടത്തുക. അതുകൊണ്ട് വേദനകൾക്കുള്ള ഒരു താൽക്കാലിക പരിഹാരം, ആ പരിഹാരം എങ്ങനെയാണെന്ന് മുമ്പുണ്ട്.
ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് കണ്ടീഷൻ, ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയം, സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേൾഡ്, ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവ്, ഒപ്പിയം ഓഫ് ദ മാൻ, മനുഷ്യന്റെ കറുപ്പ്. നമ്മുടെ വിവർത്തനം വന്നപ്പം മയക്കുന്ന കറുപ്പ് എന്നുകൂടി ഒരു ഊന്നല് വന്നു. വാസ്തവത്തിൽ മാർക്സ് മതത്തെ കാണുന്നത് എങ്ങനെയാണ്? മതം ഒരു മിഥ്യയാണ് എന്ന കാര്യത്തിൽ മാർക്സിന് സംശയമൊന്നുമില്ല. എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം ഖണ്ഡിതമായിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ അവിടെ മാർക്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മാർക്സ് പറയുന്നത് ഒരുപക്ഷെ ഡയലക്റ്റിക്സിന്റെ ഒരു കാതലിൽ തൊടുന്ന ഒരു വാക്യം മാർക്സ് ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് എന്നു പേരായ അദ്ദേഹത്തിന്റെ 1843 ഗ്രന്ഥത്തെ അദ്ദേഹം എഴുതുന്നുണ്ട്. മാർക്സ് എഴുതുന്നത് ഇങ്ങനെയാണ്: if you want to avoid an illusion about an existing state of affair, first of all you have to avoid the situations which demands an illusion. If you want to avoid an illusion about an existing state of affair, നിലനിൽക്കുന്ന അവസ്ഥയെ കുറിച്ചുള്ള മിഥ്യാധാരണയെ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? You have to avoid the state of affair which demands an illusion. മിഥ്യാധാരണകൾ ആവശ്യമായി വരുന്ന അവസ്ഥയെ ഒഴിവാക്കണം. മിഥ്യാധാരണകൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ തലയിൽ വെറുതെ പൊട്ടിമുളയ്ക്കുന്നതല്ല, അതിന് ചില ആധാരങ്ങളുണ്ട്. ഈ ആധാരങ്ങളിലാണ് ധാരണകൾ നിലനിൽക്കുന്നത്. ആധാരങ്ങളൊക്കെ തുടരുകയും ധാരണ മാത്രം തിരുത്തുകയും ചെയ്യാന്നുള്ളത് ഒരു മെറ്റഫിസിക്കൽ പൊസിഷൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ധാരണയെ ചരിത്രമുക്തമായ ഭൗതിക ബന്ധമില്ലാത്ത കേവലതയായിട്ട് കാണും. അതാ മെറ്റഫിസിക്സ്, അതാ യുക്തിവാദം. യുക്തിവാദം ചെന്നുവിടുന്ന കുഴി എന്താന്ന് വെച്ചാൽ അവർ ഏത് മെറ്റാഫിസിക്സിനെ എതിരിടാനാണോ ശ്രമിക്കുന്നത് അതേ മെറ്റാഫിസിക്സിൽ പോയി വീഴും. കാരണം അവിടെ ഈ ഒരു ധാരണ രൂപപ്പെട്ടത് ചരിത്രത്തിന്റെ ഭൗതികതയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ധാരണയോടുള്ള ഏറ്റുമുട്ടലല്ല, അതിന്റെ ഭൗതിക ആധാരത്തോടുള്ള ഏറ്റുമുട്ടലാണ്. ഭൗതികാധാരത്തെ അതേപടി വിട്ടിട്ട് നിങ്ങൾ അതുണ്ടാക്കിയ ധാരണയോട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചാല് കിക്സോട്ടിന്റെ പഴയ യുദ്ധമാണ്. കിക്സോട്ടിക് എന്ന് നമ്മൾ പറയുമല്ലോ. കാറ്റടിക്കുന്നു, ശത്രുവാണെന്ന് കരുതി മൂപ്പര് യുദ്ധം ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ കാറ്റ് നിൽക്കുന്നു, ശത്രു തോറ്റു എന്ന് കരുതുന്നു. പണ്ട് EMS പറയുന്നുണ്ട്, ഒട്ടും യുക്തിയില്ലാത്തൊരു ഏർപ്പാടാണ് യുക്തിവാദം. അതിതാ കാരണം ഇതിന്റെ ഈ ഡയലക്റ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്നതിന്റെ കാതലിതാ. നിങ്ങൾ മതം എന്ന് പറയുന്നത് ഒരു സംഗതിയായിട്ട് കണ്ടാൽ, ഒരു പ്രതിഭാസമായിട്ട് കണ്ടാൽ, ആ പ്രതിഭാസത്തിന്റെ ഭൗതികമായ ആധാരങ്ങളും അത് ജന്മം നൽകുന്ന ആശയരൂപങ്ങൾ, ഈ ഭൗതിക ആധാരങ്ങളും ജന്മം നൽകുന്ന ആശയരൂപങ്ങളും എന്ന വൈരുദ്ധ്യാത്മക ബന്ധത്തിന് പകരം നിങ്ങൾ കേവല ആശയങ്ങളെ ഒരു ഭാഗത്ത് വെച്ചാലും ഭൗതികാധാരങ്ങളും മറുഭാഗത്ത് വെച്ചാലും തെറ്റാണ്. മെക്കാനിക്കൽ മെറ്റീരിയലിസത്തിന്റെ പലപ്പോഴും മാർക്സിസ്റ്റുകൾ സ്വയം കരുതുന്നത് അങ്ങനെയാണ്. ഇവിടെ പറയണം കേട്ടോ. മെക്കാനിക്കൽ മെറ്റീരിയലിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? ആശയങ്ങളൊക്കെ ചിലപ്പോ ഈ വളരെ ക്രൂഡായിട്ട് മാർക്സിസം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആശയങ്ങളൊക്കെ ഭൗതിക ലോകത്തിന്റെ വെറും പകർപ്പുകളാണ്. മാർക്സ് കരുതുന്നില്ല. മാർക്സിന്റെ കാതലായ പൊസിഷൻ, an idea becomes a material force when it grips the mass. ഈ ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ആശയം ഭൗതിക ശക്തി. അതുകൊണ്ട് ആശയം അതിൽ തന്നെ ശക്തിയാണോ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ശക്തിയാവുകയും ആവാതിരിക്കും. ഇത് ജനങ്ങളിൽ പ്രവർത്തിച്ച ഭൗതിക ശക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മഹാഭാരത ആശയത്തിൽ സ്വയമേവ ഒരു വസ്തുപ്രകൃതമോ സ്വയമേവ ഒരു ശക്തിരൂപമോ ശക്തിരൂപമില്ലായ്മയുണ്ട്. different vision from nobody think like that. It's a brilliant reader. അന്യവൽക്കരണത്തെ മറികടക്കുന്ന സ്വാതന്ത്ര്യ പ്രാപ്തിയും ഹെഗലിനെ സംബന്ധിച്ച് ആശയങ്ങളുടെ മണ്ഡലത്തിലാണ്. മാർക്സിനെ സംബന്ധിച്ച് കർത്തൃത്വത്തിന്റെ കേന്ദ്രം മൂർത്ത മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ബോധം മനുഷ്യരുടെ സവിശേഷതയായിട്ട് കാണണം,
അല്ലാതെ മനുഷ്യ ബോധത്തിന്റെ സവിശേഷ രൂപം ആയിട്ടില്ല. ഇതാണ് കാതലായ വ്യത്യാസം. ഏകദേശം ഇന്നലെ ഉന്നയിച്ച പ്രശ്നത്തിനൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഹെഗലിൽ എന്താണ് അധ്വാനം? ഹെഗലിനെ സംബന്ധിച്ച് ഒറ്റ അധ്വാനമേ ഉള്ളൂ, അത് ചിന്തയാണ്. അതുകൊണ്ടാണ് പണ്ഡിത പ്രൊഫസർമാർക്ക് ഇഷ്ടമായത്. ഹെഗലിൽ അധ്വാനം എന്ന് പറയുന്നതിന് ഒറ്റ രൂപമുള്ളൂ, അത് ചിന്താപരമായ അധ്വാനം. മാർക്സിനെ സംബന്ധിച്ച് അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യരുടെ മൂർത്തവും ഐന്ദ്രിയവുമായ ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കുന്നത്. ചിന്താപരം മാത്രമല്ല, കണ്ടംപ്ലേഷൻ അല്ല, മറിച്ച് വളരെ സെൻഷ്യസ് ആയ, വളരെ കോൺക്രീറ്റ് ആയ നമ്മുടെ ജീവിത പരിസരത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ വെറും അവബോധമല്ല, മറിച്ച് ബോധപൂർവമായ പ്രവൃത്തിയാണ് അധ്വാനം. പ്രവൃത്തിയാണ്. എങ്ങനെയുള്ള പ്രവൃത്തി? ഒരു ജന്തുവിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനുഷ്യന്റെ പ്രവൃത്തിക്ക് വരുന്ന വ്യത്യാസം അത് ബോധപൂർവമായ പ്രവൃത്തിയാണ് എന്ന കാര്യമാണ്. ഇതാണ് ഹെഗലിനോട് മാർക്സ് യോജിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അന്യവൽക്കരണത്തിന്റെ ഫലമോ അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയോ എന്താണ്? ഞാൻ പറഞ്ഞു, ആശയം അന്യവൽക്കരിക്കപ്പെടുന്നതിലൂടെയാണ് പ്രകൃതി, പ്രകൃതിയുടെ നിഷേധത്തിലൂടെയാണ് വസ്തുരൂപങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഹെഗലിനെ സംബന്ധിച്ച് ഈ വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് തന്നെ അന്യവൽക്കരണം, ആശയത്തിന്റെ അന്യവൽക്കരണമാണ്. ആശയം അതിനെ നിഷേധിച്ച് വസ്തുവായിത്തീരും. ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അന്യവൽകൃതമായ ഏലിയനേറ്റഡാണ്. കാരണം ആശയത്തിൽ നിന്നുള്ള പുറംമുഖത്ത് കടക്കലാണ്. അതുകൊണ്ട് വസ്തുലോകവുമായി മനുഷ്യർ പുലർത്തുന്ന എല്ലാ ബന്ധങ്ങളും അന്യവൽകൃത ബന്ധങ്ങളാണ്. വസ്തുലോകവുമായുള്ള എല്ലാ വിനിമയങ്ങളും അന്യവൽകൃത ബന്ധങ്ങളാണ്. അത് യഥാർത്ഥ മനുഷ്യ സത്തയായ ആത്മബോധത്തോട് ബന്ധപ്പെടുന്നില്ല. യഥാർത്ഥ മനുഷ്യസത്ത ആത്മബോധമാണ്. വസ്തുലോകമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. കാരണം വസ്തുലോകം എന്താണ്? യഥാർത്ഥ മനുഷ്യസത്തയുടെ അന്യവൽകൃത രൂപമാണ്. അതുകൊണ്ട് വസ്തുലോകത്തിൽ ഇടപെടുന്ന ആള് വാസ്തവത്തിൽ യഥാർത്ഥമായ മനുഷ്യസത്തയെ ആയല്ല ബന്ധപ്പെടുന്നത് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തെ അറിയാൻ, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ വസ്തുബോധത്തെ വിടണം. വസ്തുബോധത്തെ വിടണം. വിഷയം എന്നതിന് വിഷയിയുടെ ബോധം ഊറിക്കൂടിയതാണ് വിഷയം എന്നതാണ്. അപ്പോഴേ അന്യവൽക്കരണത്തെ മറികടക്കാൻ പറ്റും. വിഷയത്തെ വേറിട്ട് കണ്ടു കഴിഞ്ഞാൽ എലിയനേറ്റഡാണ്. വിഷയിയുടെ ബോധം ഊറിക്കൂടുന്നതാണ് വിഷയം എന്ന് കാണണം. അങ്ങനെ പ്രാഥമികമായ വസ്തുലോകം തന്നെ അന്യവൽകൃതമാണെന്നും ഈ വസ്തുലോകവുമായുള്ള എല്ലാത്തരം ബന്ധങ്ങളും അന്യവൽക്കരണത്തിന്റെ ആവിഷ്കാരങ്ങളാണെന്നും ഹെഗൽ കരുതുന്നു. അതുകൊണ്ട് പ്രകൃതി ആശയത്തിന്റെ അന്യവൽകൃതാവസ്ഥയാണ്. മാർക്സിനെ സംബന്ധിച്ച് അങ്ങനെ. മാർക്സിന്റെ ഫണ്ടമെന്റൽ പൊസിഷൻ മാറുന്ന ഒരു സ്ഥലം അവിടെ വെച്ചാൽ, മാർക്സിന് വസ്തുക്കളെയോ പ്രകൃതിയെയോ അഭിമുഖീകരിക്കുന്നത് അന്യവൽക്കരണമല്ല, മറിച്ച് മാനുഷികതയുടെ ആധാരം. മാനുഷികത സാധ്യമാകുന്നത് പ്രകൃതിയുമായുള്ള അഭിമുഖീകരണങ്ങളിലൂടെയാണ്. അല്ലാതെ പ്രകൃതി എന്നത് കേവലാശയത്തിന്റെ അന്യവൽകൃത സ്ഥാനവും ആ അന്യവൽക്കരണം അടുത്ത പടയിൽ കൈവരിക്കുന്ന വസ്തുരൂപങ്ങളുമല്ല ലോകം. മറിച്ച് പ്രകൃതിയോടും വസ്തുരൂപങ്ങളോടുമുള്ള ബന്ധത്തിലൂടെയാണ്, അതിനെ അഭിമുഖീകരിക്കുന്നതിലൂടെയാണ് മനുഷ്യൻ നിലവിൽ വരുന്നത്, മനുഷ്യാവസ്ഥ. അവിടെ പ്രകൃതിയെ, മനുഷ്യൻ എന്ന് പറയുന്നത് മാർക്സ് പറയും ഒരു പ്രകൃതി ജീവിയാണ്. ഒരു പ്രകൃതി ജീവിയാണ്. പ്രകൃതിയുമായിട്ട് മനുഷ്യൻ
പ്രകൃതി ജീവിയാണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഒന്ന്, മനുഷ്യൻ ആവിർഭവിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്, വ്യക്തമാണല്ലോ. രണ്ട്, തന്റെ കർമ്മങ്ങളിലൂടെ മനുഷ്യൻ പ്രകൃതിയോട് ബന്ധപ്പെടുന്നു, പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തുന്നു. ഓക്കെ. അപ്പൊ പ്രകൃതിയിൽ നിന്ന് ജനിക്കുകയും പ്രകൃതിയോട് അധ്വാനത്തിലൂടെ പ്രകൃതിയുമായി ഇടപെടുകയും പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തുകയും അതുവഴി സ്വയം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതാണ് മനുഷ്യാവസ്ഥ. ജന്തു മനുഷ്യനും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജന്തു പ്രകൃതിക്കുള്ളിലാണ്, മനുഷ്യൻ പ്രകൃതിക്കുള്ളിലാണ്, ഒപ്പം തന്നെ പ്രകൃതിയിൽ ഇടപെട്ടുകൊണ്ടുമാണ്. ഈ രണ്ടാമത്തെ ഘടകം ജന്തുവിനില്ല. ഒരു മരക്കൊമ്പിൽ ഒരു മാങ്ങ അല്ലെങ്കിൽ പൊക്കത്തുള്ള മുന്തിരി കുറുക്കം വേണമെന്ന് ആഗ്രഹിക്കുകയും കിട്ടാണ്ട് പോവുകയും ചെയ്യുമ്പോൾ പിന്നെ കുറുക്കന് ആകെ ചെയ്യാനുള്ളത് ഇത് പുളിക്കുന്നൊരു കഥ ഉണ്ടാക്കലാണ്. മനുഷ്യൻ ചെയ്യുന്നത് തോട്ടികെട്ടി പറിക്കൽ എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഇടപെടൽ. നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വാഭാവികതയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നീന്തി കിടക്കാൻ പറ്റാത്ത ഒരു പുഴ, വലിയൊരു പുഴയാണെങ്കിൽ ഒരു ജന്തു വന്ന് കരക്ക് നിന്ന് പറയാൻ നോക്കിയിട്ട് തിരിച്ചു പോകും. മനുഷ്യനൊരു തോണി ഉണ്ടാക്കും. ഇങ്ങനെ പ്രകൃതിയുടെ ഘടനയ്ക്കുള്ളിൽ തന്നെയാണ് മനുഷ്യൻ, പക്ഷേ പ്രകൃതിയിൽ ഇടപെട്ടുകൊണ്ട്. ഈ ഇടപെടൽ ജന്തുവിനില്ല. മിനിമം ലെവലിൽ ഉണ്ടാവുമായിരിക്കും ചില ജന്തുക്കളൊക്കെ പ്രാഥമിക രൂപത്തിൽ, പക്ഷെ മനുഷ്യന്റെ ഇടപെടൽ ശേഷി എന്ന് പറയുന്നത് അതിവിപുല. അതുകൊണ്ട് പ്രകൃതിയിൽ ആണ് മനുഷ്യൻ, അത് നിഷേധിക്കാൻ പാടില്ല. നാളത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് വിശദമായിട്ട് പറയാം. പ്രകൃതി എന്ന് പറയുന്നത് മാനുഷികതയുടെ ആധാരമാണ്, മാനുഷികതയുടെ വിപരീതമല്ല. മുതലാളിത്തം ഉണ്ടാക്കിയ യുക്തിയാണത്. പ്രകൃതി മാനുഷികതയുടെ വിപരീതമാണ്. റൈമണ്ട് വില്യംസ് കീവേഡ്സില് നേച്ചർ എന്നുള്ള കീവേഡ്സ് നിങ്ങൾക്കറിയാം, റൈമണ്ട് വില്യംസിന്റെ പുസ്തകമാണ്. അതിൽ നേച്ചർ എന്നുള്ള വാക്കിന്റെ ഡിസ്കഷൻ റൈമണ്ട് വില്യംസ് തുടങ്ങുന്നത് പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള എന്തോന്നാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ബൈനറി മോഡേണിറ്റി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു യുക്തിയാണ്. അങ്ങനെയല്ല, മനുഷ്യൻ പ്രകൃതിയിലാണ്, പക്ഷെ പ്രകൃതിയിലായിരിക്കെ തന്നെ തന്റെ കർമ്മത്തിലൂടെ പ്രകൃതിയിൽ ഇടപെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ അധ്വാന വിഷയമായിട്ടുള്ള വസ്തുക്കൾ തിരിച്ച് മനുഷ്യനിലും പ്രവർത്തിക്കും. EPM-ല് എക്കണോമിക് ആൻഡ് ഫിലോസഫി മാനുസ്ക്രിപ്റ്റ്സില് മാർക്സിന്റെ മനോഹരമായ റെഫറേഷനുള്ളത്, സബ്ജക്ട്സ് ഒബ്ജക്ട്സിനെ രൂപപ്പെടുത്തുന്നു മാത്രമല്ല, ഒബ്ജക്ട്സ് അതിനു ഭാഗമായ സബ്ജക്റ്റിനെ രൂപപ്പെടുത്തും. വിഷയത്തെ രൂപപ്പെടുത്തുന്നു എന്നതുപോലെ വിഷയവസ്തുക്കൾ അതിന് പാകത്തിലുള്ള ഒരു വിഷയിയെയും രൂപപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളുടെ വിഷയിത്വം എന്നത് വിഷയവസ്തുക്കൾക്കെല്ലാം മുമ്പേ നിലനിൽക്കുന്ന ഒന്നല്ല. തിരിച്ച് വിഷയവസ്തുക്കൾ എന്നത് വിഷയിത്വത്തിന് പുറത്തുള്ള കേവല വസ്തുക്കളും അല്ല. വിഷയിത്വത്തെ കേവലമായി കാണുമ്പോഴാണ് സബ്ജക്റ്റീവ് ഐഡിയലിസം എന്ന് പറയുന്നത്. വിഷയവസ്തുക്കളെ കേവലമായി കാണുമ്പോഴാണ് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്ന മെക്കാനിക്കൽ മെറ്റീരിയലിസത്തിലേക്ക് മാർക്സിനിടയിൽ ഒരു ഇടനില കണ്ടെത്താനാണ് മാർക്സ് ശ്രമിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഹെഗല് പറയുന്ന ആശയങ്ങളുടെ നിഷേധത്തിലൂടെ വസ്തുലോകം ഉണ്ടാകുന്നു എന്നതിനെ എങ്ങനെ മനസ്സിലാക്കണം? മാർക്സ് അവിടെ ഒരു ചെറിയ വേർതിരിവ് കൊണ്ടുവരുന്നത് വസ്തൂകരണം, കപ്പനച്ചൻ എങ്ങനെ ഉപയോഗിക്കാം, ഒബ്ജക്ടിഫിക്കേഷനും ഏലിയനേഷനും ഒന്നല്ല. മാർക്സിന്റെ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഷികമായ ശേഷി മാനുഷികതയുടെ ശാരീരിക അതിർത്തിക്ക് പുറത്തേക്ക് വന്ന് വസ്തുരൂപമാർജിക്കുന്നതാണ് ഒബ്ജക്ടിഫിക്കേഷൻ. മനസ്സിലായി? മാനുഷിക ശേഷിയാണ്, അത് പുതുരൂപങ്ങൾ ആർജിച്ചുണ്ടായിത്തീരുന്നു വസ്തുരൂപങ്ങൾ, ഒബ്ജക്ടിഫിക്കേഷൻ.
ഈ ലോകത്തെല്ലാ വസ്തുക്കളും ഇങ്ങനെയാണ്. മാനുഷികമായ ശേഷിക്ക് കൈവരുന്ന വസ്തൂകരണമാണ് വസ്തുലോകമായിട്ട് തീരുന്നത്. ഏത് വസ്തു നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഈ വസ്തൂകരണം അതിൽ തന്നെ അന്യവൽക്കരണം അല്ല എന്നതാണ് മാർക്സിന്റെ വിശേഷം. കാരണം വസ്തൂകരണം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? കേവല ആശയം മാത്രമേ ഉള്ളൂ. ഈ എന്താ പറയാ, പഴയ പരബ്രഹ്മം, ഈ പരബ്രഹ്മത്തെ ലോകത്തിലേക്ക് വിടർത്തണമെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റിഫൈ ചെയ്യണം. അതുകൊണ്ട് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നതിനെ അതിൽ തന്നെ എന്തായി കണ്ടുകൂടാ? അന്യവൽക്കരണമായി കണ്ടുകൂടാ. പിന്നെ എപ്പോഴാണ് അന്യവൽക്കരണം വരുന്നത്? മാനുഷിക സിദ്ധിയുടെ ഉൽപ്പന്നമായ വസ്തുലോകം മാനുഷിക സിദ്ധിക്ക് മുകളിൽ ആധിപത്യം നേടുന്നതാണ് അന്യവൽക്കരണം. വശം പിടിയിട്ട് മാനുഷിക സിദ്ധിയുടെ ഉൽപ്പന്നമാണ് വസ്തുലോകം. ഈ വസ്തുലോകം മനുഷ്യന് കീഴ്പ്പെടുന്നതിന് പകരം വസ്തുലോകം മനുഷ്യനെ കീഴ്പ്പെടും. ചരക്കിനെ കുറിച്ചുള്ള ചർച്ചയിൽ മാർക്സ് കൊണ്ടുവരുന്ന പ്രധാന പോയിന്റ് ഇതാണ്. അതായത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു വസ്തു നമ്മുടെ അധ്വാനത്തിന്റെ ഫലം എന്നതിൽ നിന്ന് വേറിട്ട് മാറിയ ഒരു അന്യവസ്തുവായി തീരുകയും ഈ അന്യവസ്തുക്കളുടെ കൂമ്പാരം നമ്മെ ഭരിക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യും. മുതലാളിത്ത കമ്പോളത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് വസ്തൂകരണം ഇല്ലെങ്കിൽ പിന്നെന്തേ ഉള്ളൂ? കേവലാത്മാവ് മാത്രമേ ഉള്ളൂ. അത് ഒരാളുടെ തലയിൽ മാത്രമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാ ഹെഗലിന് ചിന്ത അല്ല അധ്വാനം ചിന്ത മാത്രമാണ്. യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് പ്രകൃതിയിലും സമൂഹത്തിലും മേലുള്ള ഒരു ഏർപ്പാടാണ്. ഈ ക്രോച്ചെ പറയുമല്ലോ, കല പുറത്തു വരണമെന്നൊന്നുമില്ല, രൂപമൊന്നും ആർജിക്കണമെന്നില്ല. കല മനസ്സിൽ വന്നു കഴിഞ്ഞാല് കലയായി. കേസരി പറയുന്നുണ്ട്, അത് ക്രോച്ചയെ പോലെയുള്ള ആളുകൾക്ക് വെറുതെ പറയാൻ കൊള്ളാമെന്നല്ലാതെ വസ്തുരൂപം ആർജിച്ചില്ലെങ്കിൽ കലയ്ക്കൊരു കലാപദവിയും ഇല്ല. പണ്ട് നാട്ടിൽ പറയുന്ന ഒരു ബലിതമുണ്ട് കേട്ടോ. ഒരാള് വെള്ളക്കടലാസ് എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇതൊരു പെയിന്റിംഗ് ആണ്. എന്താ പെയിന്റിംഗ് എന്ന് ചോദിച്ചപ്പോ പശു പുല്ല് നിന്ന് പോയ സ്ഥലമാണ്. അപ്പൊ പശു എവിടെ? പുല്ല് നിന്നിട്ട് പോയി. പുല്ല് എവിടെ? പശു നിന്നു. എന്നതുപോലെ നിങ്ങൾ കൺസെപ്ച്വലി അതിനെ അങ്ങനെ പറയാന്നല്ലാതെ കലാവസ്തുവായി നിൽക്കണമെങ്കിൽ അതിന് രൂപം ആർജിച്ചേ പറ്റൂ. രൂപരഹിതമായ കല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ ഏതെങ്കിലും ഫോമിലെ അത് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് വസ്തുലോകത്തിന്റെ അന്യഥാത്വത്തെയാണ് ഒഴിവാക്കേണ്ടത്. വസ്തുലോകത്തെ അതേപടിയല്ല കണ്ടുപിടിക്കുക. അന്യവൽക്കരണം ഒഴിവാകാനായിട്ട് വസ്തുലോകത്തെ അപ്പാടെ നിരാകരിക്കണ്ട. വസ്തുലോകത്തെ അപ്പാടെ നിരാകരിച്ച പിന്നെ പ്രകൃതിയില്ല, ഭൗതിക വസ്തുക്കളില്ല, ഒന്നുമില്ല. കേവലാശയം മാത്രമേ ഉള്ളൂ. ഈ കേവലാശയത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് മൂപ്പര് പറയുക. ആശയത്തെയും തുടങ്ങിയിട്ട് നിഷേധം വഴി പ്രകൃതിയായി, സങ്കീർണ രൂപങ്ങളായി, ആത്മബോധമുള്ള മനുഷ്യനായി, വസ്തുഗതാത്മാവും വ്യക്തിഗതാത്മാവും കഴിഞ്ഞ് കേവലാത്മാവായി തിരിച്ചു വരിക. അങ്ങനെ വരുമ്പോ വസ്തുലോകത്തെ നിരാകരിക്കണം നിങ്ങൾക്ക് അന്യവൽക്കരണത്തെ ഒഴിവാക്കണമെങ്കിൽ. മാർക്സ് പറയുന്നത് അന്യവൽക്കരണത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വസ്തുലോകത്തെ നിരാകരിക്കലല്ല. തിരിച്ചെന്താണ്? വസ്തുലോകത്തിന്റെ അന്യാവസ്ഥയെ, അതായത് എന്റെ പ്രതിഭയുടെയും എന്റെ അധ്വാനത്തിന്റെയും ഫലമാണ് വസ്തുലോകം. എന്റെ സത്തയുടെയും മാനുഷിക സത്തയുടെയും മാനുഷിക അധ്വാനത്തിന്റെയും ഉത്പന്നമായ വസ്തുലോകം മാനുഷികതയെ കീഴ്പ്പെടുത്തുന്ന അന്യശക്തിയായിത്തീരും. മനസ്സിലായി? അതാണ് ഒഴിവാക്കപ്പെടേണ്ടത്. അതായത് വസ്തുഗത ലോകത്തിന്റെ അന്യഥാത്വത്തെ, അന്യാവസ്ഥയെ, അതിനെയാണ് ഒഴിവാക്കേണ്ടത്. അല്ലാതെ വസ്തുഗത ലോകത്തെ അപ്പാടെയല്ല. വസ്തുഗത ലോകത്തെ അപ്പാടെ ഉപേക്ഷിക്കുന്ന കേവലാശയത്തിന്റെ ലോകമാണ് ഹെഗലിൻ. വസ്തുഗത ലോകത്തിന്റെ അന്യഥാത്വത്തെ ഒഴിവാക്കുന്നതാണ് മാർക്സിന്റെ. തമ്മിൽ വമ്പിച്ച വ്യത്യാസമുണ്ട്. കാരണം ആദ്യത്തേതില് വസ്തുഗത ലോകമേ ഇല്ല. അതെല്ലാം തന്നെ കേവലാശയത്തിന്റെ സ്വയം നിഷേധങ്ങളിലൂടെ ഉണ്ടാകുന്ന അന്യവൽക്കരണങ്ങൾ. അതെല്ലാം മനുഷ്യരെ സംഭീതരാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലൊരു അപകടം കൂടി മാർക്സ് പറയുന്നുണ്ട്. ഹെഗലിന്റെ ചിന്തയുടെ ഒരു തകരാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് പറയുന്നുണ്ട്, ഹെഗല് അന്യവൽക്കരണത്തെ
നിരാകരിക്കാൻ എന്ന മട്ടിൽ പുറപ്പെട്ട് വാസ്തവത്തിൽ അന്യവൽക്കരണത്തെ സ്ഥിരീകരിക്കുക. എങ്ങനെ? ആശയം ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നല്ല, പല പടവുകൾ പിന്നിടും. ഈ ഓരോ പടവും എന്താണ്? ഈ ഓരോ പടവും ഈ ആശയത്തിന്റെ പരിണാമഗതിയിൽ ഓരോരോ സ്ഥാനങ്ങളാണ്. അപ്പൊ അവിടെയെല്ലാം പ്രകാശിതമാകുന്നത് കേവലാത്മാവ് തന്നെയാണ്. ആ കേവലാത്മാവ് തിരിച്ച് കറങ്ങിത്തിരിഞ്ഞ് അതിൽ തന്നെ തിരിച്ചെത്തുകയും വേണം. അങ്ങനെ വരുമ്പോ നമ്മുടെ വസ്തുഗത ലോകം അതിൽ തന്നെ അന്യവൽകൃത ലോകം. പക്ഷെ പിടിയിട്ട ഹെഗലിനെ സംബന്ധിച്ച് വസ്തുഗത ലോകവും അതിന്റെ എല്ലാ രൂപങ്ങളും അന്യവൽകൃതമാണ്. ഈ അന്യവൽകൃതാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാനുഷിക അസ്തിത്വം, മാനുഷിക ജീവിതം അതിൽ തന്നെ അന്യവൽകൃതമാണ് എന്ന് സ്ഥാപിക്കുക വഴി വാസ്തവത്തിൽ അന്യവൽക്കരണത്തെ ശാശ്വതീകരിക്കുകയാണ് ഹെഗൽ ചെയ്തത്. വസ്തുഗത ലോകം അന്യവൽക്കരണമാണെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യാവസ്ഥ അതിൽ തന്നെ എന്തായിത്തീരും? അന്യവൽകൃതമായി തീരും. അതിന്റെ ശാശ്വതത്വം വരും. നിങ്ങൾക്ക് ചിന്താപരമായി മാത്രം, ധ്യാനാത്മകമായി മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറും. അതുകൊണ്ട് ഹെഗല് നിഷേധിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു മറുപുറം കൂടി ഉണ്ട് എന്നാണ് മാർക്സ് കരുതുന്നത്. അതായത് അന്തിമ ഫലം, ആശയത്തിന്റെ പരിണാമ പ്രക്രിയയുടെ അന്തിമ ഫലം കേവലാത്മാവാണ് എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെയാണ് ഏതാണ്ട് ഒടുക്കവും. ഓക്കെ, തുടക്കം തന്നെയാണ് ഒടുക്കവും. അങ്ങനെ വരുമ്പോ മനുഷ്യ ചരിത്രത്തിലെ എല്ലാ അപവികാസങ്ങളും കേവലാത്മാവിന്റെ പലതരത്തിലുള്ള പ്രകാശനങ്ങളാണ് എന്ന് വരും. അതിലാണ് നാം നിലനിൽക്കുന്നത് എന്ന് വരും. ഫലത്തിൽ മനുഷ്യാവസ്ഥയിലെ അന്യവൽക്കരണത്തിന്റെ സ്ഥിരീകരണമായിട്ട് ഹെഗലിന്റെ യുക്തി മാറിത്തീരും. ഇതാണ് മാർക്സ് ഹെഗലിന്റെ അന്യവൽക്കരണ സങ്കല്പത്തോട് ഉയർത്തിയ മറ്റൊരു പ്രധാന വിമർശനം. രണ്ട് വിമർശനങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. ഒന്ന്, വൈരുദ്ധ്യാത്മകതയുടെ കർത്തൃത്വം ആശയത്തിനാണ് എന്നത്. രണ്ട്, വസ്തുവൽക്കരണം അതിൽ തന്നെ അന്യവൽക്കരണമാണ് എന്ന് കരുതുകയും വസ്തുവൽകൃത ലോകത്തെ അപ്പാടെ കൈയൊഴിഞ്ഞ് അന്യവൽക്കരണത്തെ മറികടക്കാം എന്ന് കരുതുകയും ചെയ്തു. വസ്തുവൽക്കരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വസ്തുവൽക്കരണം അല്ല, അന്യവൽക്കരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വസ്തുകരണം ഇല്ലെങ്കിൽ പ്രവൃത്തിയില്ല. നമുക്ക് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഉണ്ടാക്കുകയാണ്. ആശയം പ്രകൃതിയായി മാറുന്നു, പ്രകൃതി സങ്കീർണ രൂപങ്ങളായി തീരുന്നു, മനുഷ്യനാവുന്നു, കേവലാത്മാവ് ഉദയം ചെയ്യുന്നു, പരിണമിക്കുന്നു. ഇതെല്ലാം വികാസ ചരിത്രത്തിലെ പല പടവുകളാണ്. ഈ പടവുകളെല്ലാം അന്യവൽക്കരണമാണ് എന്ന് കരുതിയാൽ അന്യവൽക്കരണം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ഇല്ലാത്ത അവസ്ഥയാണ്, ശുദ്ധമായ ഒരാശയം. ഇപ്പൊ ചരിത്ര പ്രക്രിയ അപ്പാടെ തന്നെ അപവികാസങ്ങളാണ് എന്നും ശുദ്ധമായ ഒരു ആത്മാവിലേക്കുള്ള മടക്കം മാത്രമാണ് ചരിത്രത്തിന്റെ അന്തിമ ലക്ഷ്യമെന്നും പറയുന്ന സമയത്ത് നിങ്ങൾ ചരിത്ര പ്രക്രിയയെ തന്നെ എന്താക്കി മാറ്റുന്നു? ഒരു ആശയ വ്യവസ്ഥയാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഹെഗേലിയൻ ഡയലക്റ്റിക്സ് അതിന്റെ രീതി പദ്ധതി എന്ന നിലയിൽ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ ഹെഗേലിയൻ ഡയലക്റ്റിക്സ് അതിന്റെ ഉള്ളടക്കത്തിൽ അടിസ്ഥാനപരമായി തെറ്റിപ്പോയി. ഇതാണ് ഹെഗൽ പറഞ്ഞത്. അടിസ്ഥാനമാക്കേണ്ടത് എന്താണ്? മൂർത്ത ലോകത്തെയാണ്. വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ എവിടെയാണ്? ചിന്തയിലല്ല. അതുകൊണ്ടാണ് ചിന്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ, ആശയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ, ഐഡിയ ഈസ് നത്തിങ് എൽസ് ദാൻ ദ മെറ്റീരിയൽ വേൾഡ് റിഫ്ലക്റ്റഡ് ബൈ ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഫോംസ് ഓഫ് തോട്ട്. എന്താണ് ആശയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് എൽസ് ദാൻ ദ മെറ്റീരിയൽ വേൾഡ്. ഭൗതിക ലോകമാണ് ആശയം. എങ്ങനെയുള്ള ഭൗതിക ലോകം? റിഫ്ലക്റ്റഡ് ബൈ ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യന്റെ മനസ്സിൽ പ്രതിഫലിക്കുന്നതും
ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഫോംസ് ഓഫ് തോട്ട്, ചിന്താരൂപങ്ങളിലേക്ക് പരിഭാഷപ്പെട്ടതുമായ വസ്തുലോകമാണ് ആശയം. അതുകൊണ്ട് ഈ ആശയലോകത്തിൽ വസ്തുവും വസ്തുലോകത്തിൽ ആശയവും തമ്മിൽ കലരുന്ന ഒരു പ്രക്രിയയായിട്ട് നിങ്ങൾ ലോകത്തെ കാണുക. എങ്കിൽ മാത്രമേ അന്യവൽക്കരണത്തെ മറികടക്കാൻ പറ്റൂ. അന്യവൽക്കരണത്തെ മറികടക്കാനുള്ള വഴി സംശയരഹിതമായിട്ടും എന്തല്ല, ചിന്തയുടേതല്ല, അത് പ്രയോഗത്തിൻ്റെതാണ്. തത്വചിന്ത അന്തിമമായ അതിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് തൊഴിലാളി വർഗത്തിലാണ് എന്ന് മാർക്സ് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കാരണം രാഷ്ട്രീയമായ പ്രയോഗത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ അന്തിമമായ ഈ വൈരുദ്ധ്യത്തെ മറികടക്കാൻ കഴിയും എന്ന് ഇപ്പോ ഹെഗലിനോടുള്ള കടപ്പാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഹെഗലിനോട് ഈ രണ്ട് അടിസ്ഥാന തലങ്ങളിൽ അന്യവൽക്കരണത്തിന്റെ വ്യാപ്തിയെ സംബന്ധിച്ചും വൈരുദ്ധ്യാത്മകതയുടെ കർത്തൃത്വത്തെ സംബന്ധിച്ചും ഈ രണ്ട് തലങ്ങളിലും മാർക്സ് വിയോജിക്കുന്നുണ്ട്. രണ്ട് വിയോജിപ്പും വരുന്നതോടെ വാസ്തവത്തിൽ ഏതാണ്ട് വേറൊരു സംഗതിയായി തീരുന്നു. പക്ഷെ അപ്പോഴും ഈ ഡയലക്റ്റിക്കൽ പ്രോസസ് എന്നതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞ തിസീസ് ആന്റി തിസീസ് എന്നുള്ള വാക്കൊന്നും മാർക്സിന് ഇഷ്ടമല്ല. അതൊന്നും മാർക്സ് പ്രയോഗിച്ചില്ല. അതൊക്കെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞുറപ്പിച്ചതാ. മാർക്സിന് അങ്ങനെയുള്ള, മാർക്സ് ഒട്ടും സിംപ്ലിഫൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളല്ല. ഒരു സങ്കീർണ ചിന്തയെ സംഗ്രഹിച്ച് ലളിതവൽക്കരിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് മാർക്സിന് ഒട്ടുമേ താല്പര്യം ഉള്ള കാര്യമല്ല. മാർക്സ് ഒരിക്കൽ പറയുന്നുണ്ട്, മൗലികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് 6 മാസത്തിലകം ഒരാശയം, 6 മാസത്തിലധികം ഒരാശയത്തെ അതേപടി കൊണ്ടു നടക്കാൻ പറ്റില്ല. ഈ മൂലധനം ഫൈനൽ ഡ്രാഫ്റ്റ് ആയപ്പോ മാർക്സ് എംഗൽസിന് ഒരു കത്തയക്കുന്നുണ്ട്. മൂലധനത്തിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയി, നിങ്ങൾ അത് വായിക്കണം, ഞാൻ അയക്കുന്നുണ്ട്. അത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബെൽസാക്കിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്നോ മാസ്റ്റർ ആർട്ടിസ്റ്റ് എന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു കഥ, ആ കഥ കൂടി വായിക്കണം, എന്നിട്ട് വേണം ഇത് വായിക്കാൻ ഒരു കഥ അയക്കണം. അപ്പൊ ഈ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകോത്തരനായ ഒരു ചിത്രകാരൻ അയാളുടെ മാസ്റ്റർ പീസ് വരയ്ക്കുന്നു. മാസ്റ്റർ പീസ് വരയ്ക്കാണെന്ന് ഇയാൾ ലോകത്തോട് മുഴുവൻ പറയുന്നുണ്ട്, ആരെയും കാണിക്കുന്നില്ല. അങ്ങനെ വരച്ച് ഇത് തീരുന്നോന്ന് ചോദിച്ചിട്ട് തീരുന്നില്ല. അങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുക. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആളുകളെയൊക്കെ വിളിച്ചുവിട്ടുന്ന വരം പൂർത്തിയാക്കി നിങ്ങളെല്ലാവരും വരണമെന്ന് പറയുന്നു. എല്ലാവരും വരുന്നു. വന്ന് നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു ക്യാൻവാസിൽ ഇങ്ങനെ പല ചായം കോരി ഒഴിച്ചിട്ടും ബ്രഷ് ഒടിച്ചിട്ടും യാതൊരു വ്യക്തതയും ഇല്ലാത്ത വരകളുടെയും വർണ്ണത്തിന്റെയും ഒരു വലിയ കലർപ്പാണ്. ഇയാൾ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇയാളുടെ ഇത്ര കാലത്ത് അധ്വാനമാണല്ലോ എന്ന് അറിയുന്നതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ പിള്ളേർക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തഞ്ചത്തിൽ നിൽക്കുന്നു എന്നതാണ് ആ കഥ. ഈ കഥ വായിച്ചിട്ട് വേണം തന്റെ പുസ്തകം വായിക്കാൻ എന്നാണ് എംഗൽസിനോട് മാർക്സ് കത്തെഴുതുന്നത്. ഫ്രാൻസിസിയൻ അത് എഴുതിയിട്ട് പറയുന്ന ഒരു കാര്യം, അന്ന് വാസ്തവത്തിൽ അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ഉണ്ടായിട്ടില്ല. പക്ഷെ അബ്സ്ട്രാക്ട് പെയിന്റിങ്ങിനെ മാർക്സ് കാണുന്നുണ്ടാവാം. കണ്ടിൻസ്കിയോ അല്ലെങ്കിൽ അതുപോലുള്ള പിൽക്കാലത്ത് അമൂർത്ത ചിത്രകലയോ ഉണ്ടെങ്കിൽ ഈ ചിത്രം ഇതുപോലെയല്ല. ഈ ചിത്രത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. മാർക്സ് വാസ്തവത്തിൽ മാർക്സിന്റെ ചില ഒബ്സർവേഷൻസ്, ഇപ്പോ നമ്മുടെ സിഗ്മണ്ട് ബൗമാൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് മാർക്സിന്റെ ഒരു ഫ്രൈസിനെ കുറിച്ച് രസമായ ഒരു നിരീക്ഷണം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് ഈ മൂലധനത്തിന്റെ ഒരു പടപാച്ചിൽ ലോകത്തെ എന്താക്കി മാറ്റും എന്ന് വിശദീകരിക്കുന്ന സമയത്ത് വളരെ പോയറ്റിക് ആയിട്ട് മാർക്സ് എഴുതുന്ന ഒരു ഫ്രൈസ്, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. ഖരമായതൊക്കെ ആവിയായിട്ട്, ഉറച്ചു നിൽക്കുന്നതൊക്കെ ഇളകി മറിയും, എല്ലാ ബന്ധങ്ങളും മാറും, എല്ലാ അതിരുകളും പൊട്ടും എന്നെല്ലാം പറഞ്ഞിങ്ങനെ വിസ്തരിച്ച് കൊണ്ടുവന്നിട്ടാണ് അവസാനത്തെ കൺക്ലൂഡിങ് കമന്റ് ആണ് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. സിഗ്മണ്ട് ബൗമാൻ പറയുന്നത് പിന്നീട് മോഡേണിസ്റ്റ് കവിതയിൽ വരാനിരുന്ന എല്ലാ ഫ്രേസസും അതിനകത്തുണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ, എലിയറ്റ് എഴുതിയല്ലോ, തിങ്സ് ഫാൾ അപ്പോർട്ട്. ഇതിനെയൊക്കെ മുൻകൂറായി കാണുന്ന ഒരു ഫ്രൈസാണ് മാർക്സിന്റെ ആ ഫ്രൈസ്. മോഡേണിസ്റ്റ് പോയട്രി ആരംഭിച്ചത് മാർക്സിന്റെ ഈ വരിയിലാണ് എന്ന് ബൗമാൻ പറയുന്നത്. അതൊക്കെ കുറച്ച് അധികമായിരിക്കാം. പക്ഷെ ആ പോയിന്റ് ഞാൻ പറയുന്നത്, പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പൊ ചങ്ങമ്പുഴയെ പോലൊരു കവിയോ അല്ലെങ്കിൽ നമ്മുടെ കാലത്തില് മറ്റേ ബാലേന്ദ്രനെ പോലെയുള്ള ആളുകളോ
ഒക്കെ ഈ നിക്കക്കല്ലില്ലായ്മ, ഒരു സ്ഥലത്ത് ഉറക്കാൻ പറ്റായി, കാലി വന്ന നായെ പോലെ ഓടിക്കൊണ്ടേയിരിക്കുക. ഈ അവസ്ഥയെ കുറിച്ചുള്ള മാർക്സിന്റെ ഒബ്സർവേഷൻ ആണ് ഓൾ ദാറ്റ് ഈസ് സോളിഡ്. നിങ്ങൾ ചിത്രകലയിൽ അത് കാണണമെങ്കിൽ ഇംപ്രഷനിസ്റ്റ് പെയിന്റിങ്ങിലും ഒക്കെ കാണാൻ പറ്റും. അതുവരെ ഉറച്ചു നിന്നിരുന്ന രൂപങ്ങളൊക്കെ ഇളകാൻ തുടങ്ങും. അതുവരെ അതിർത്തികൾക്കകത്ത് ഔട്ട്ലൈനകത്ത് വളരെ ഭദ്രമായി നിന്ന രൂപങ്ങളൊക്കെ പ്രതീകങ്ങൾ, പ്രതീതികൾ ഇളകി മറിയുന്ന ഛായത്തേക്കുകളായിട്ട് മാറുന്നു. അതൊരു പുതിയ ലോകം വരുന്നു എന്നുള്ളതാണ്. അതിനെ മാർക്സ് അങ്ങനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ വൈരുദ്ധ്യാത്മക രീതിയിൽ മാർക്സ് നടത്തിയ ഇടപെടലുകൾ വാസ്തവത്തിൽ ചരിത്രപരമായ വലിയ വ്യത്യാസത്തെ കൊണ്ടുവരുന്നുണ്ട്. പുറമേക്ക് അതിനെ സാങ്കേതികമായിട്ട് ഈ രണ്ട് ഘടകങ്ങളായിട്ട് നമുക്ക് ചുരുക്കി പറയാം. വൈരുദ്ധ്യാത്മകതയുടെ കർത്തൃത്വം, അതുപോലെ തന്നെ അന്യവൽക്കരണത്തിന്റെ വ്യാപ്തിയും അർത്ഥവും. അന്യവൽക്കരണത്തെ സമ്പൂർണമായി നിഷേധിക്കുക എന്നത് ഹെഗലിനെ സംബന്ധിച്ച് ഒരു ആശയ പ്രശ്നമാണ്. മാർക്സിനെ സംബന്ധിച്ച് ആ സമ്പൂർണ്ണ നിഷേധം പ്രവൃത്തിയുടെ തന്നെ നിഷേധമായി തീരും എന്നതാണ്. ഇനി മാർക്സിന്റെ വൈരുദ്ധ്യാത്മക രീതിയിൽ 3 സവിശേഷ വൈരുദ്ധ്യങ്ങളെ നാം പ്രത്യേകിച്ച് എടുത്തു കാണണം. എല്ലാം വിശദീകരിക്കാൻ വാസ്തവത്തിന് സമയമില്ല കേട്ടോ, നിർത്തണ്ടേ. അത് ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. അതിലൊന്ന്, മാർക്സിന്റെ വൈരുദ്ധ്യാത്മക രീതി എന്ന് പറയുന്നതിൽ 3 സുപ്രധാന വൈരുദ്ധ്യങ്ങൾ. അതിലൊന്ന് പ്രത്യക്ഷവും സത്തയും തമ്മിലുള്ള വൈരുദ്ധ്യം. നമ്മൾ പുറമേ കാണുന്ന പ്രത്യക്ഷ ലോകം, ആ പ്രത്യക്ഷ ലോകത്തിൽ കാണുന്നതല്ല, അതായത് എംപിരിക്കൽ നമ്മൾ പറയുന്നതല്ല യാഥാർത്ഥ്യം. അതിനുള്ളിൽ സത്ത എന്ന് പറയുന്ന സമയത്ത് തെറ്റിദ്ധരിക്കുന്നത്, സത്ത എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തെ മുൻകൂറായി നിർണയിച്ചുകൊണ്ട് അതിൽ നിലീനമായിരിക്കുന്ന ഒരു അതിഭൗതിക ബുദ്ധിയല്ല മാർക്സിന്റെ സത്ത. മറിച്ച് ഒരു പ്രതിഭാസത്തെ സാധ്യമാക്കുന്ന മട്ടിൽ അതിനുള്ളിലുള്ള ഒരു ബേസിക് സ്ട്രക്ചറിനെയാണ് നമുക്ക് വേണമെങ്കിൽ സത്ത. ആ സ്ട്രക്ചർ പല രൂപത്തിൽ പരസ്പര ബന്ധിതമായി നിൽക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മുൻകൂറായി ഒരു സത്ത നിലീനമായിരിക്കുന്നു, ആ സത്ത ഇങ്ങനെ പല രൂപത്തിൽ പ്രകാശിതമാകുന്നതാണ് പ്രത്യക്ഷം എന്ന നിലയിലുള്ള പ്രത്യക്ഷത്തെ ആഗമനം, അതായത് പ്രത്യക്ഷത്തെ നിരസിച്ചിട്ടല്ല. വൈരുദ്ധ്യാത്മക പ്രക്രിയ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നിന്ന് തുടങ്ങുന്നു, പ്രത്യക്ഷത്തിൽ നിന്ന് പരോക്ഷത്തിലേക്കും സത്തയിലേക്കും പോകുന്നു. സത്ത എങ്ങനെയാണ് പ്രത്യക്ഷമാകുന്നത് എന്ന് കണ്ടുപിടിക്കുക. പ്രത്യക്ഷത്തിൽ നിന്ന് തുടങ്ങുന്നു. എല്ലാ ജ്ഞാനത്തിന്റെയും തുടക്കം ഇന്ദ്രിയ ജ്ഞാനാണെന്ന് പറയണത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ നിന്ന് തുടങ്ങുന്നു, പക്ഷെ പ്രത്യക്ഷത്തിൽ അനുഭൂതമാകുന്നതെന്തോ അവിടെ അവസാനിക്കുന്നില്ല. അതിൽ നിന്ന് പരോക്ഷത്തിലേക്ക്, സത്താപരതയിലേക്ക്, ഘടനാപരമായ ഉള്ളടക്കത്തിലേക്ക് പോകുന്നു. അവിടെ അവസാനിക്കുന്നില്ല. കാരണം അത് അമൂർത്താണ്, ഇത് കേവലമൂർത്താണ്. അമൂർത്തവും കേവലമൂർത്തവും കേവലമൂർത്തതയിൽ നിന്ന്, പ്രത്യക്ഷതയിൽ നിന്ന് അമൂർത്തതയിലേക്ക് പോയിട്ട് ആ അമൂർത്തമായ ഘടന എങ്ങനെയാണ് മൂർത്തപ്രകൃതം ആർജിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യത്തെ ധാരണയും രണ്ടാമത്തെ ധാരണയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേതിൽ മൂർത്ത വസ്തു അത് കേവലാണ്. അതിൽ നിന്ന് നിങ്ങൾ അതിന്റെ ഘടനാബന്ധത്തെ മനസ്സിലാക്കി തിരിച്ച് മൂർത്തത്തിലേക്ക് വരുമ്പോ ഈ മൂർത്തം സമഗ്രമാണ്. മറ്റതിൽ നിങ്ങൾ ഫ്രാഗ്മെന്ററി അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ ഈ ഫ്രാഗ്മെന്റിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്തിലേക്ക് പോകാൻ പറ്റും? സ്ട്രക്ചറിലേക്ക് പോകാൻ പറ്റും. പക്ഷെ സ്ട്രക്ചർ ഫൈനൽ അല്ല, കാരണം സ്ട്രക്ചർ കോൺക്രീറ്റ് അല്ല, സ്ട്രക്ചർ അബ്സ്ട്രാക്റ്റ് ആണ്. ഈ അബ്സ്ട്രാക്ഷൻ പക്ഷെ പ്രവർത്തിക്കുന്നത് കോൺക്രീറ്റിലാണ്. അബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് കോൺക്രീറ്റിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്ഷനിലേക്ക് പോവുകയും അതിനെ കോൺക്രീറ്റുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കോൺക്രീറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ഇല്ലാതാക്കലല്ല. മനസ്സിലായല്ലോ? മൂർത്തമായ ധാരണ എന്ന് പറയുന്നത് അമൂർത്തതയെ ഉപേക്ഷിക്കലല്ല, മൂർത്തത്തിൽ നിന്ന് അമൂർത്തത്തിലേക്ക് സഞ്ചരിച്ച് ആ അമൂർത്തത്തെ മുൻനിർത്തി മൂർത്തത്തിലേക്ക് മടങ്ങി വരുമ്പോ മൂർത്തത്തിന് കൈവരുന്ന സമഗ്ര ബോധമാണ്. ഇതാണ് പ്രത്യക്ഷവും സത്തയും തമ്മിലുള്ള. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞ വഷളാക്കണില്ല, ഒന്നും നേരവുമില്ല. അതാണ് ആശയം വ്യക്തമല്ലേ ഇപ്പൊ? അപ്പോ അതായത് ഏത് വസ്തുവിനെ അപഗ്രഥിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ പ്രാഥമിക വസ്തുതയിൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അതിന്റെ ഘടനാബന്ധങ്ങളെ മനസ്സിലാക്കണം.
മനസ്സിലാക്കിയിട്ട് തിരിച്ച് ആദ്യത്തേതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തുടങ്ങിയതല്ല ഇവിടെ കാണുന്നത്. കാരണം ഈ ഘടനാപരമായ ധാരണ കൂടി അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതോടെ നിങ്ങളുടെ പ്രത്യക്ഷം എന്ന് പറയുന്നത് അത് ഈ സമഗ്ര അതിന്റെ ഘടനാപരമായ അടിസ്ഥാനത്തെ കൂടി ഉൾക്കൊള്ളുന്ന പ്രത്യക്ഷമായിട്ട് മനസ്സിലാവുന്നത്. ഇതാണ് സത്തയും പ്രത്യക്ഷവും തമ്മിലും മൂർത്തവും അമൂർത്തവും തമ്മിലുമുള്ള വൈരുദ്ധ്യം. ഇതുപോലെ മൂന്നാമത്തെ ഒരു മാർക്സിന്റെ വൈരുദ്ധ്യാത്മക തത്വമാണ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ ലോകത്തെ അറിയലാണ് സിദ്ധാന്തം, ലോകത്തെ മാറ്റി തീർക്കലാണ് പ്രാക്ടീസ്. മാർക്സിനെ സംബന്ധിച്ച് ഇത് രണ്ട് കാര്യമല്ല. ലോകത്തെ മാറ്റി തീർക്കണമെങ്കിൽ നിങ്ങൾ ലോകത്തെ അറിഞ്ഞേ പറ്റും. അതുകൊണ്ട് ഒന്നും പഠിക്കില്ല, വായിക്കില്ല എന്നതിന് ഒരു രാഷ്ട്രീയ വിപ്ലവകാരിത്വമായിട്ടൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പരീക്ഷ പാസ്സായില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഞാൻ ഇതിന്റെ സിംപ്ലിഫൈഡ് വെർഷൻസ് പറയുന്നത് നാട്ടുകാർ ഇപ്പൊ അങ്ങനെയാ കരുതാം. പ്രാക്ടീസ് ആണ് പ്രധാനം പറഞ്ഞാൽ എന്നാൽ പിന്നെ അത് മതിയല്ലോ, ഇതിലെ വെറുതെ നമ്മുടെ ഊർജ്ജം കളയണമല്ലോ. അങ്ങനെയല്ല, ലോകത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിലാണ് ലോകത്തെ ഇടപെടുക എന്ന് പറയുന്നത്. അതായത് പ്രയോഗത്തില് സിദ്ധാന്തവും സിദ്ധാന്തത്തിൽ നിരന്തരമായ പ്രയോഗ മൂല്യവും അടങ്ങിയിട്ടുണ്ട്. അതായത് എന്താണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ, പ്രയോഗത്തിന് മാർക്സിനെ സംബന്ധിച്ച് വളരെ വ്യാപകമായ അർത്ഥമാണുള്ളത്. നമ്മുടെ ഏറ്റവും ഭൗതികമായ ഏറ്റവും പ്രത്യക്ഷമായ പ്രയോഗം എന്നല്ല, ഏതാണ്ട് അനുഭവവേദ്യമായ വസ്തുക്കളും അനുഭവിക്കുന്ന മനുഷ്യരും ഉൾപ്പെട്ട യാഥാർത്ഥ്യത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് പ്രയോഗം. അനുഭവവേദ്യമായ വസ്തുക്കൾ, അനുഭവിക്കുന്ന മനുഷ്യർ, മനസ്സിലായല്ലോ? വസ്തുലോകം, ആ വസ്തുലോകത്തോട് ബന്ധപ്പെടുന്ന മനുഷ്യർ, ഇതിനോട് നാം പുലർത്തുന്ന പ്രതികരണത്തിന്റെ ആകമാനമുള്ള ഒരു പേരാണ് പ്രയോഗം. ആ പ്രയോഗത്തിൽ നിശ്ചയമായിട്ടും സെൻഷ്വസ്നെസ്സും വരും. സെൻഷ്വാലിറ്റി, ഐന്ദ്രിയത കേവല ധ്യാനമാണെന്ന് ഫെയർബാക്ക് പറയുമ്പോൾ മാർക്സ് അതിനോട് ഇടയുന്നുണ്ട്. ഐന്ദ്രിയത പ്രയോഗമാണ് എന്ന് തന്നെ മാർക്സ് കരുതുന്നുണ്ട്. അവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, പ്രയോഗം നിഷ്പക്ഷമല്ല. പ്രയോഗം ശരിയാവാം, തെറ്റാവാം. പ്രയോഗം മാനവീകരിക്കുന്നതാകാം, അപമാനവീകരിക്കുന്നതും ആകാം. ഇപ്പോ മുതലാളിത്തത്തിലെ തൊഴിൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിസത്തയുടെ സ്വാതന്ത്ര്യപൂർണമായ പ്രയോഗമല്ല. മറിച്ച് പണത്തിന് വേണ്ടിയിട്ടോ മേലധികാരത്തിന് വഴങ്ങിയിട്ടോ മറ്റേതെങ്കിലും നിലയിൽ സ്വന്തം പ്രവൃത്തിയെ വഴിതിരിച്ചു വിടല. നമ്മുടെ സാർത്രന്റെ ചിന്തയില് ഓഥന്റിക് എന്നും അനോഥന്റിക് എന്നും പറയുന്നല്ലോ. ആധികാരികമായ ഉണ്മയും ആധികാരികത ഇല്ലാത്ത ഉണ്മയും. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ മാനേജരാണ്, ഒരു തോട്ടത്തിന്റെ മാനേജരാണ്, നിങ്ങൾ ആ മാനേജർഷിപ്പ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇച്ഛയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വാസ്തവത്തിൽ എന്താ പറയാ, ഇങ്ങനെ ഒരു ആധികാരികത ഇല്ലാത്ത ഒരു അസ്തിത്വത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോ വാസ്തവത്തിൽ നമ്മുടെ ലോകത്ത് നാം ജീവിക്കുന്നത് ഇത്തരത്തിൽ ആധികാരികമല്ലാത്ത അല്ലെങ്കിൽ അപമാനവീകരിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ മാർക്സ് പറയുന്നുണ്ട്, പതിവുപടി മുറ പോലെ ഫയലുകൾ നോക്കുന്ന ഒരു ഗുമസ്തനോ അല്ലെങ്കിൽ പഠിച്ച പാഠങ്ങൾ അതേപടി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരോ, റെഡിമെയ്ഡ് ഉത്തരങ്ങൾ മുൻകൂറായിട്ട് മനസ്സിലാക്കി അത് പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥിയോ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യക്കാരോ ഒക്കെ അധ്വാനം അപമാനവീകൃതം, ഡീഹ്യൂമനൈസ്. കാരണം അവരുടെ സത്തയുടെ സാക്ഷാത്കാരം. മറിച്ച് അവരെ തന്നെ അന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്, അവരിൽ നിന്ന് തന്നെ. അതുകൊണ്ട് എല്ലാ തൊഴിലുകളും എന്തല്ല, ഇത്തരം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ സ്വന്തം അധ്വാനത്തെ അല്ലെങ്കിൽ തന്റെ പ്രവൃത്തിയെ അന്യാധീനപ്പെടുത്തുകയും അന്യവൽക്കരണത്തെ പ്രവൃത്തിയാക്കി മാറ്റുകയും ചെയ്യും. മനസ്സിലായില്ല? അന്യവൽകൃതാവസ്ഥയാണ് പ്രവൃത്തി. പ്രവൃത്തി എന്താണ്?
അന്യവൽക്കരണം. വാസ്തവത്തിൽ ബൂർഷ്വാ സൊസൈറ്റിക്കകത്ത് മനുഷ്യരുടെ അധ്വാനത്തിന് സംഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നമായിട്ട് മാർക്സ് കണ്ടതില്ല. അതുകൊണ്ടാണ് മാർക്സിന്റെ മനോഹരമായ ഒരു ചോദ്യം വരുന്നത്, എപ്പോഴാണ് മനുഷ്യർ സ്വതന്ത്രരാകുന്നത് എന്ന ചോദ്യം വരുമ്പോ മാർക്സിന്റെ മർമ്മസ്പർശിയായ ഉത്തരമുണ്ട്. ഒരാള് രാവിലെ എന്താ പറയാ ഷേക്സ്പിയർ വായിക്കുകയും ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോവുകയും വൈകുന്നേരം ഗുസ്തിക്ക് പോവുകയും രാത്രി സത്യന്തയിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞ് വിധോവൻ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ സ്വതന്ത്രനാകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായ സാധ്യതകളുടെ മുഴുവൻ ആവിഷ്കാരങ്ങൾ സ്വാതന്ത്ര്യം. നമ്മള് അങ്ങനെ കാണുന്നില്ലല്ലോ. നമ്മുടെ എല്ലാം പ്രവൃത്തി ലോകം എന്നത് അന്യാധീനപ്പെട്ടതാണ്. ഗുസ്തിക്കാരൻ ഗുസ്തി പിടിച്ചുകൊണ്ടേ, അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടേ, ഇങ്ങനെ അത് വാസ്തവത്തിൽ സ്വന്തം സത്തയുടെ ആവിഷ്കാരമല്ല, മറ്റേതോ അധീശ ബലങ്ങൾക്ക് വിധേയമായി നമ്മുടെ സർഗശേഷിയെ നാം തന്നെ അന്യവൽക്കരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവൃത്തിയും എന്തല്ല, മാനവീകരിക്കുന്ന പ്രവൃത്തിയല്ല, എല്ലാ പ്രവൃത്തിയും സർഗാത്മകവും അല്ല. ഇത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് എത്തുന്നതാണ് മാർക്സ് മുതലാളിത്തത്തിൽ അന്യവൽക്കരണം. മുതലാളിത്തത്തിൽ അന്യവൽക്കരണം എന്ന് പറയുന്നത് മാനുഷികമായ എല്ലാ പ്രവൃത്തികളും മനുഷ്യനെ അന്യാധീനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അന്യവൽക്കരണം അതിന്റെ ഉച്ചസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് ഇതാണ് എലിനേഷണ മുതലാളിത്തവുമായിട്ട് മാർക്സ് ബന്ധിപ്പിക്കും. ഇവിടെയൊക്കെ ഹെഗലിൽ നിന്നുള്ള മാർക്സിന്റെ വ്യത്യാസം പ്രധാനമാണ്. കാരണം ഇതൊരു ആശയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് പരിഹരിക്കാം. മാർക്സ് ഈ അന്യവൽക്കരണം ഉണ്ടാക്കുന്ന ഭീമാകാരമായ ആഘാതമാണ് ഒരു ഭാഗത്ത് നമ്മുടെ വിരസതയായിട്ടും മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഏകാന്തതയായിട്ടും മൂന്നാമതൊരു ഭാഗത്ത് ചെതറിപ്പോയ ജീവിതമായിട്ടും മാറും. ഞാൻ ഇന്നലെ ധാരണയെ കുറിച്ച് പറഞ്ഞു. ഒരു വസ്തുവിനെ അത് മാത്രമായിട്ട് കാണുന്നതോടെ നിങ്ങൾക്ക് ബന്ധങ്ങളുടെ ലോകം നഷ്ടപ്പെടുകയും ധാരണ നമ്മളെ സംഭീതരാക്കി തീർക്കുകയും ഈ സംഭീതാവസ്ഥ നമ്മള് ആധുനിക നഗരങ്ങളെ കുറിച്ചൊക്കെ പറയുമല്ലോ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയും. ഇത്രമേൽ ഭീമാകാരമായ വസ്തുപെരുപ്പത്തിന്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കായി. ഇത് മുതലാളിത്തം ഉണ്ടാക്കുന്ന ഒരു അടിസ്ഥാനപരമായ മനോഘടന കൂടിയായിട്ട്. അതുകൊണ്ട് ഇതൊരു നമ്മൾ കരുതുന്നത് പോലെ ഒരു തത്വശാസ്ത്ര പ്രശ്നമല്ല, ഇത് വളരെ പൊളിറ്റിക്കലായ പ്രായോഗികമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ അനന്യതയുടെ തത്വത്തിൽ നിന്ന് കേവല വസ്തുബോധത്തിൽ നിന്ന് വൈരുദ്ധ്യാത്മക ഇഷ്ടത്തിലേക്ക് എത്തണം. അപ്പോഴാണ് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തുന്നത്. അതായത് വസ്തുവിൽ നിന്ന് സത്തയിലേക്ക് എത്തണം. കേവല വസ്തുവിൽ നിന്ന് ആ വസ്തുവിന്റെ സാധ്യതയിലേക്ക് എത്തണം. ആ സാധ്യതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാവിലെ മീൻ പിടിക്കുകയും പിന്നെ വിധോവൻ വായിക്കുകയും വിധോവൻ കേൾക്കുകയും ഗുസ്തി പിടിക്കുകയും തത്വത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ എന്നുള്ളതാണ് മാനുഷിക സാധ്യത. ആ സാധ്യതയിലേക്ക് എത്തണം. അങ്ങനെ വരുമ്പോഴോ പ്രയോഗം എന്നത് എന്താണ്? അസ്തിത്വത്തിൽ നിന്ന് സത്തയിലേക്കുള്ള സഞ്ചാരം. നാം ആയിരിക്കുന്നതിൽ നിന്ന് ആയിരിക്കാവുന്നതിലേക്കുള്ള സഞ്ചാരം. ഇതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെ സാക്ഷാത്കരിക്കാൻ അതുകൊണ്ട് നാം സത്യത്തെ, അന്തിമമായ അറിവിനെ കണ്ടെത്തേണ്ടത് അനന്യതാതത്വം ഉണ്ടാക്കുന്ന വസ്തുബോധത്തിൽ നിന്ന് വൈരുദ്ധ്യാത്മകത നൽകുന്ന സമഗ്രബോധത്തിലേക്ക് നീങ്ങിയിട്ടാണ്. നമ്മുടെ കേവലാസ്തിത്വത്തിൽ നിന്ന് നമ്മുടെ സത്തയെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ്. നമ്മുടെ കേവലാസ്തിത്വത്തിന്റെ അന്യാധീനാവസ്ഥയെ പ്രായോഗികമായി പ്രയോഗത്തിലൂടെ മറികടന്ന് സത്തയുടെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കൊണ്ടാണ്. ഈ സത്തയുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി പ്രാക്സിസ്. അതുകൊണ്ടാണ് തൊഴിലാളി വർഗത്തിൽ തത്വശാസ്ത്രം അതിന്റെ അന്തിമ പൂർത്തി കൈവരിക്കുന്നു എന്നത്. കാരണം തത്വചിന്ത ഉന്നയിച്ച പ്രശ്നമുണ്ട്, പക്ഷെ തത്വചിന്ത ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരം. All philosophers have only interpreted the world. The problem is to change.
ഈ ചേഞ്ചാണ് പ്രാക്സിസ്. മാർക്സിനെ സംബന്ധിച്ച് പ്രാക്സിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സിദ്ധാന്തം സത്യത്തിലേക്ക് നീങ്ങണം, സിദ്ധാന്തം യാഥാർത്ഥ്യത്തിന് അനുരൂപമാകണം. യാഥാർത്ഥ്യത്തിന് അനുരൂപമാകണമെങ്കിൽ യാഥാർത്ഥ്യത്തെ നാം രൂപാന്തരപ്പെടുത്തണം. മനസ്സിലായോ? ആ രൂപാന്തരപ്പെടുന്ന പ്രക്രിയയാണ് പ്രാക്ടീസ്. അതുകൊണ്ട് സത്യബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലേക്ക് ഇരുവാൾ പോലെ വന്നു വീഴുന്ന ഒരു സാധനമല്ല. സത്യബോധം എന്നത് മുൻകൂറായി നിങ്ങൾ എവിടെയെന്നെങ്കിലും ശേഖരിക്കുന്നതല്ല, നിങ്ങൾ പ്രയോഗത്തിലൂടെ ആർജിക്കുന്ന ഒന്നാണ് സത്യം. ഇതാണ് സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യാത്മകം. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രത്യക്ഷയും സത്യയും തമ്മിലും, മൂർത്തവും അമൂർത്തവും തമ്മിലും, സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുമുള്ള വൈരുദ്ധ്യാത്മക. ഞാൻ അവസാനമായിട്ട് ഒരു പോയിന്റ് പറഞ്ഞു. അവസാനിക്കുന്നില്ല എങ്കിലും ഇന്നത്തെ കച്ചവടം അവസാനിക്കാനായിട്ട് ഒരു പോയിന്റ് കൂടി പറയാം. ഈ വൈരുദ്ധ്യാത്മക തത്വങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോസ് ഓഫ് ഡയലക്റ്റിക്സ്, വൈരുദ്ധ്യാത്മക നിയമങ്ങൾ എന്ന പേരിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഡയലക്റ്റിക്സ് ഓഫ് നേച്ചറിലെ 1883 എംഗൽസ് അതിനെ 3 അടിസ്ഥാന നിയമങ്ങളാക്കി. അതൊരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. കാരണം എംഗൽസ് ഇത് സാമൂഹികതയുടെയും മാനുഷികതയുടെയും തലത്തിലല്ല, പ്രകൃതിയുടെ തന്നെ സ്വഭാവം. അതായത് പ്രകൃതി ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും മനുഷ്യാവസ്ഥയും ഒരുപോലെ പങ്കുവെക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ എന്ന നിലയിലേക്കാണ് എംഗൽസ് വൈരുദ്ധ്യാത്മക നിയമങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ പ്രകൃതിക്കും സമൂഹത്തിനും ഒരുപോലെ ബാധകമാകുന്ന കേവല നിയമം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ഇല്ലാത്തതും മനുഷ്യരിലുള്ളതുമായ ഒരു സവിശേഷ ഘടകം അവിടെ മിസ് ചെയ്യും. അത് ഹ്യൂമൻ ഏജൻസിയാണ്. ഇതാണ് അതിനോടുള്ള ഒരു പ്രശ്നം. പ്രകൃതിക്ക് സഹജമായ ചില പാറ്റേണുകളും പ്രവർത്തന രീതികളും ഉണ്ട്. കാരണം ആ പാറ്റേൺ അകത്ത് കയറി പ്രവർത്തിച്ച് അതിനെ രൂപാന്തരപ്പെടുത്താവുന്ന ഒരു ഏജന്റ് അവിടെ ഇല്ല. അതേസമയം സമൂഹത്തെ സംബന്ധിച്ച് മനുഷ്യാവസ്ഥയെ കുറിച്ച് പറയുന്ന സമയത്ത് നിർവാഹകത്വമുള്ള മനുഷ്യരിപ്പുറത്തുണ്ട്. ആ മനുഷ്യന്റെ ഇടപെടൽ ഈ പാറ്റേണുകളെ അതേപടി ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ബാധകം എന്ന് പറയുന്നത് പ്രകൃതിയിൽ സമൂഹ നിയമങ്ങളെ അതേപടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിലും പ്രശ്നമുണ്ട് എന്ന വിമർശനം ഉണ്ട്. പക്ഷെ ഇത് എംഗൽസ് ആയിട്ട് ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് ഓഫ് ലോജിക് എന്ന ഹെഗലിന്റെ പുസ്തകത്തിൽ നിന്ന് എംഗൽസ് നിർദ്ധാരണം ചെയ്തെടുക്കുന്ന 3 തത്വങ്ങളാണ്. ഏതൊക്കെയാണ് 3 തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെയൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ദ ഓപ്പോസിറ്റ്സ്. എല്ലാ യാഥാർത്ഥ്യവും ഇത് രണ്ടും ഉൾപ്പെട്ടതാണ്. യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ദ ഓപ്പോസിറ്റ്സ്. വിപരീതങ്ങളുടെ ഐക്യവും വിപരീതങ്ങളുടെ സംഘർഷവും. അതായത് ഒരു പ്രതിഭാസം എന്നത് സത്താപരമായ ഒരു ഏകതയായിട്ട് നിശ്ചലതയായിട്ടുമല്ല നിലനിൽക്കുന്നത്. മറിച്ച് ഏത് പ്രതിഭാസവും പരസ്പര വിരുദ്ധമായ ബലങ്ങൾ, ആ ബലങ്ങൾ തമ്മിലുള്ള സംഘർഷം അതുളവാക്കുന്ന ചലനാത്മകത. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ദ ഓപ്പോസിറ്റ്സ്. രണ്ടാമത്തത്, ഇത് ഈ ഒരുപക്ഷെ വൈരുദ്ധ്യാത്മക തത്വങ്ങളിൽ പരമപ്രധാനമെന്ന് ഹെഗലിനെ പോലെ ലെനിനും കരുതിയത് ഈ ആദ്യ ഭാഗം. എന്താണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ? ഹെഗൽ അങ്ങനെ തന്നെ പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ഡയലക്റ്റിക് എന്ന് എസൻസ് ഓഫ് സയൻസ് ഓഫ് ലോജിക്കിൽ അദ്ദേഹം പറയുന്നത് ഈ യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന തത്വത്തെയാണ്. അത് തന്നെ ലെനിൻ വേറൊരു ഭാഷയിൽ പറയുന്നു, ദ സ്പ്ലിറ്റിംഗ് ഓഫ് സിംഗിൾ ഹോൾ ആൻഡ് ദ കോഗ്നിഷൻ ഓഫ് ഇറ്റ്സ് കോൺട്രഡിക്ടറി പാർട്ട് ഈസ് ദ എസൻസ് ഓഫ് ഡയലക്റ്റിക്സ്. ഒരു ഏകതയെ 2 ഘടകങ്ങളായി അല്ലെങ്കിൽ ഘടകങ്ങളായി വിഭജിക്കുക, ആൻഡ് ദ കോഗ്നിഷൻ ഓഫ് ഇറ്റ്സ് കോൺട്രഡിക്ടറി പാർട്സ്, പരസ്പര വിരുദ്ധമായ അതിലെ ഘടകങ്ങളെ കുറിച്ചുള്ള അഭിജ്ഞാനം ആർജിക്കുക. കോഗ്നിഷൻ is the essence of dialectics. ഇതാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. അതുകൊണ്ട് ഏകമായി കാണുന്ന ഒന്നിനെ അകമേ പിളർത്തിയും ആ പിളത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന വിരുദ്ധ ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് ആ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്
വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. ഈ ഒരു തത്വത്തെ അതാണ് യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ദ ഓപ്പോസിറ്റ്സ് എന്നാണ് പറയുന്നത്. എംഗൽസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രകൃതിയിലേക്ക് ഈ തത്വത്തെ കൂടി പ്രൊജക്ട് ചെയ്യാം. പ്രകൃതിയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോ ഉദയം അസ്തമയം, ആരോഹണം അവരോഹണം, ശ്വാസം നിശ്വാസം, ആഹാരം വിസർജ്യം, നോർത്ത് പോള് സൗത്ത് പോള് എന്നിങ്ങനെ പ്രകൃതിയിൽ പലയിടത്തും നിങ്ങൾക്ക് യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ദ ഓപ്പോസിറ്റ്സ് എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണുന്നത് വഴി പ്രകൃതിയുടെ ആകമാനമുള്ള ഒരു പാറ്റേൺ എന്ന് ഇതിനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് ഒബ്സർവബിളായ യാഥാർത്ഥ്യവും ഒരു മാക്രോ ലെവൽ യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യമൊക്കെ അവിടെ കൂടുതൽ പിന്നീട് വന്നു. പ്രത്യേകിച്ച് റിലേറ്റിവിറ്റി തിയറിയൊക്കെ വന്ന സമയത്ത് ഇത് കൂടുതൽ പ്രശ്നമായി തീരുകയും അങ്ങനെ പല ചോദ്യങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി യാഥാർത്ഥ്യം സത്താപരമല്ല, വൈരുദ്ധ്യാത്മകമാണ് എന്നത് വൈരുദ്ധ്യാത്മകതയിലെ ഏറ്റവും കാതലായ നിയമമായിട്ട് കാണുന്നു. രണ്ടാമത്തെ ഒരു തത്വം എന്ന് പറയുന്നത് എന്താണ്? അളവ് ഗുണമായി മാറുക. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഇൻടു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിലുണ്ടാകുന്ന ഒരു മാറ്റം ഒരു ഘട്ടം കഴിഞ്ഞാല് ഗുണത്തിലുള്ള മാറ്റം. അളവ് കൂടിക്കൂടി വരും. അതിന്റെ ക്ലാസിക്കൽ ഉദാഹരണം ഇതും എംഗൽസൊന്നും കണ്ടുപിടിച്ചതല്ല കേട്ടോ, വളരെ പഴയതാണ്. പ്രാചീന ഗ്രീക്ക് ചിന്തയിൽ നിന്ന് തുടങ്ങിയതാണ്. അനാക്സിമെനസ് എന്ന പേരായ സോക്രട്ടിക് ഫിലോസഫറിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നാണ് പൊതുവെ കരുതുന്നത്. അനാക്സിമെനസ് ഒരു പ്രീ സോക്രട്ടിക് ഫേസിലെ ഒരു ചിന്തകനാണ്. അത് പിന്നെ അരിസ്റ്റോട്ടില്, പിന്നെ ഹെഗല്, എംഗൽസ് ഒക്കെ ബോറോ ചെയ്യുന്ന ആശയമാണ്. ഇത് ബേസിക്കലി അനാക്സിമെനസിന്റെ ആശയം. എന്താണ് സംഭവം? അളവ് ഒരളവ് ഇങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ആകും. അതിൽ ഏറ്റവും ക്ലാസിക്കായ ഉദാഹരണമായിട്ട് അനാക്സിമെനസ് ഉദ്ദേശിക്കുന്നതാണ് വെള്ളത്തിന്റെ ചൂട്. വെള്ളത്തിന്റെ ചൂട് കൂടി 30 ഡിഗ്രിയും 10 ഡിഗ്രി 40 അങ്ങനെ കൂടി 99 ഡിഗ്രി വരെ വെള്ളം തന്നെ 100 ഡിഗ്രി ആവുന്നതോടെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ്. വെള്ളം ആവിയായി. ഇത് സമൂഹ പ്രക്രിയയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണെന്നാണ് അനാക്സിമെനസും പിന്നീട് ഹെഗലൊക്കെ കരുതുന്നത്. അളവിലുള്ള മാറ്റം വെറും അളവിലുള്ള മാറ്റമായി നിൽക്കുന്നത് ഒരു നിശ്ചിത പരിധിക്കകത്താണ്. ആ നിശ്ചിത പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണപരമായ മാറ്റമായി തീരും. ഈ മാറ്റം സോഷ്യൽ പ്രോസസ്സിലേക്ക് വരുന്നതാണ് വിപ്ലവം. ഒരു സാമൂഹിക വ്യവസ്ഥയിലെ സമൂഹ ഘടനയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഒരളവിനെ ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹ ഘടന പോകും. അതുകൊണ്ട് എവല്യൂഷൻ എന്ന് വിളിക്കാവുന്ന പരിണാമപരമായ മാറ്റം ഒരു ഘട്ടം കഴിയുമ്പോൾ റെവല്യൂഷൻ, അളവിലുള്ള മാറ്റം ഒരു ഘട്ടം കഴിയുമ്പോൾ ഗുണപരമായ മാറ്റമായി തീരും. അത് സഹജമായി മാറുമോ ഇടപെട്ട് മാറ്റണമോ എന്നൊക്കെയാണ് അതിന്റെ അടുത്തൊരു ചോദ്യം. അത് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം പ്രകൃതി പ്രക്രിയയുടെ കാതൽ എന്ന് വിളിക്കാവുന്ന മൂന്നാമത്തെ കാര്യം നെഗേഷൻ ഓഫ് ദ നെഗേഷൻ. നിഷേധത്തിലേക്ക് ഇന്നലെ പല രൂപത്തിൽ പറഞ്ഞു. അത് ഹെഗലിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നു. അങ്ങനെ 3 തത്വങ്ങൾ ലോസ് ഓഫ് ഡയലക്റ്റിക്സ് എംഗൽസ് ക്രോഡീകരിക്കുന്നത്. ഒന്ന് യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്, ദെൻ ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി എന്നത്, 3 നെഗേഷൻ ഓഫ് നിഷേധത്തിന്റെ നിഷേധം. ഈ 3 തത്വങ്ങളും ചേർന്നാൽ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു ആശയമായി എന്നാണ് മാർക്സിസ്റ്റുകൾ മാർക്സും എംഗൽസും എല്ലാം കരുതുന്നത്. നെഗേഷൻ ഓഫ് ദ നെഗേഷൻ എന്ന പ്രയോഗം ഹെഗൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിന് പ്രസിദ്ധി വന്നത് മാർക്സിന്റെ ഒരു വാക്യം വഴിയാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നത് വളരെ എന്താ പറയാ, മാർക്സിന്റെ ഒരു മുഴക്കമുള്ള ഭാഷയാണ്. മാർക്സാണ് കേട്ടോ ഈ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എഴുതുമ്പോ ഇമാതിരി ഭാഷയിൽ എഴുതാം എന്ന് കണ്ടുപിടിച്ചാൽ അത് മാർക്സാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് യൂറോപ്പ്. എന്തൊരു വാക്യാണ്. യൂറോപ്പിന് ഒരു ഭൂതം പിടികൂടിയിരിക്കും. ഇമാതിരി മുമ്പത്തേക്ക് പറയുന്നുണ്ട്. ഫിലോവിന്റെ 7ാം സിംഫണി പോലെയുള്ള മുഴക്കമുള്ള ഭാഷയിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതപ്പെട്ടത്. ഏതാണ്ട് അതുപോലത്തെ ഒരു ഭാഷയിലാണ് ഈ ഭാഗം. ക്യാപിറ്റലിലാണ്. The death knell of capitalist private property sounds. മുതലാളിത്തപരമായ മൂലധനത്തിന്റെ മരണമണി മുഴങ്ങുന്നു. The expropriates are expropriated. ചൂഷകർ ചൂഷണം ചെയ്യപ്പെടും. The capitalist mode of appropriation.
the result of the capitalist mode of production. മുതലാളിത്ത ഉത്പാദന രീതിയുടെ ഫലമായ മുതലാളിത്ത ധനസമ്പാദനം പ്രൊഡ്യൂസേഴ്സ് ക്യാപിറ്റലിസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് മുതലാളിത്തപരമായ സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് നെഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി. വ്യക്തിഗതമായ സ്വകാര്യ സ്വത്തിന്റെ ആദ്യ നിഷേധമാണ് ഈ മുതലാളിത്തപരമായ സ്വത്ത് എന്ന് പറയുന്നത്. But capitalist production begins with the inexorability of a law of nature, its own negation. പക്ഷേ മുതലാളിത്ത ഉൽപാദനം ജന്മം നൽകുന്നു with the inexorability of a law of nature, ഒരു പ്രകൃതി നിയമത്തിന്റെ അനിവാര്യതയുള്ള നിലയിൽ its own negation, അതിന്റെ നിഷേധത്തെയും അത് മുതലാളിത്ത ഉൽപാദനം ജന്മം നൽകുന്നു. It is the negation of the negation. നിഷേധത്തിന്റെ നിഷേധമായി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയുടെ നിഷേധമായി ക്യാപിറ്റലിസ്റ്റ് പ്രോപ്പർട്ടി വരുമെങ്കിലും ക്യാപിറ്റലിസ്റ്റ് പ്രോപ്പർട്ടിയുടെ നിഷേധം അതിൽ നിലീനമായിട്ടുണ്ട്. അതാണ് ആദ്യത്തെ വാക്യം. ദ ഡെത്ത് നെൽ ഓഫ് ക്യാപിറ്റലിസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സൗണ്ട്സ്. ആ മണി മുഴങ്ങുന്നുണ്ട് എന്നാണ് അദ്ദേഹം. ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴങ്ങുന്ന നമുക്കൊരു പ്രതീക്ഷിച്ചത്, പക്ഷേ അത്ര മുഴങ്ങിയില്ല. എന്നാലും ആ പ്രതീക്ഷ അവിടെ ബാക്കി നിൽക്കും. ഇത് ഇങ്ങനെ ഈ മൂന്ന് തത്വങ്ങൾ ചേർത്തിട്ട് യൂണിറ്റി ഓഫ് സ്ട്രഗിൾ ആൻഡ് ഓപ്പോസിറ്റ്സ് എന്നുള്ളതും നെഗേഷൻ ഓഫ് ദ നെഗേഷൻ എന്നുള്ളതും അതുപോലെ ക്വാണ്ടിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ദ ക്വാളിറ്റി എന്നുള്ളതും ചേർത്ത് വൈരുദ്ധ്യാത്മകതയുടെ അടിസ്ഥാന ചലനമേയും അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എംഗൽസ് ഇതൊരു ഒണ്ടോളജിക്കൽ ഡയലക്റ്റിക്സ് ആയിരുന്നു. മാർക്സിനെ സംബന്ധിച്ച് ഒണ്ടോളജിക്കൽ ഡയലക്റ്റിക്സ് എന്നതിനേക്കാൾ എപ്പിസ്റ്റമോളജിക്കലാണ് ഉണ്ട്. പക്ഷെ മാർക്സ് നിഷേധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പൊ പലരും എന്താ പറയാ, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ തിയറിസ്റ്റുകൾ മാർക്സിൽ ഒരു ഒണ്ടോളജിക്കൽ പൊസിഷനിൽ എപ്പിസ്റ്റമോളജി മാത്രമേ ഉള്ളൂ, ഡയലക്റ്റിക്സ് ഒരു മെത്തേഡ് മാത്രമാണ്, അല്ലാതെ ഉപപരമായ ഉള്ളടക്കം അതിലില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ പറയാ ആന്റി മാർക്സിസ്റ്റ് ആയിട്ട് മാർക്സിസ്റ്റ് മെത്തേഡ് നടക്കാം എന്നതാണ് അതിന്റെ ഒരു സാധ്യത. കാരണം നിങ്ങൾക്ക് ഇതൊരു മെത്തേഡാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. മെത്തേഡ് എങ്ങനെ എടുത്തു നടക്കാം. അതേസമയം ഇതൊരു ഒണ്ടോളജിക്കൽ പൊസിഷൻ കൂടിയാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്, പ്രാക്ടീസ് ആണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമാക്കുന്നു. അതുകൊണ്ട് അതിനുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തഡോളജി എപ്പിസ്റ്റമോളജിക്കലായ ഫ്രേസിൽ മാത്രം നിർത്തുക എന്നത് കൂടി അതിൽ സംഭവിക്കുന്നുണ്ട്. മാർക്സിൽ ഈ മൂന്ന് ഘടകങ്ങളും കാണാം. ഡെഫിനറ്റ്ലി എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ളതും ഒണ്ടോളജിക്കൽ ആയിട്ടുള്ളതും ലൂക്കാച്ചി മുമ്പോട്ട് വെച്ച റിലേഷണൽ ആയിട്ടുള്ളതുമായ ഡയലക്റ്റിക്സ് മാർക്സിന്റെ അനാലിസിസിൽ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകത്തിലാണ് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മറ്റേത് മാർക്സ് നിഷേധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മാർക്സ് ഹെഗേലിയൻ ഡയലക്റ്റിക്സിൽ കൊണ്ടുവന്ന മാറ്റം. ഈ മാറ്റം വളരെ പ്രധാനമാണ്. കാരണം ഹെഗലിനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ ആകെ തന്നെ ധ്യാനാത്മക ചിന്തയിൽ നിന്ന് ജനിക്കുന്നതും ധ്യാനാത്മക ചിന്തയാൽ പരിഹരിക്കാവുന്നതുമായ പ്രശ്നമാണ്. മാർക്സിനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ദ റിയൽ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് പുറപ്പെടുന്നതും ആ റിയൽ മെറ്റീരിയൽ വേൾഡിൽ അഭിസംബോധന ചെയ്യേണ്ടതും അവിടെ പരിഹരിക്കേണ്ടതുമായ നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്താ പറയാ ഒറിജിനൽ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വളരെ റിലേറ്റീവ് ആണ് എന്നുകൂടി ഇത്രയുമാണ് ഇതിന്റെ ഒരു ടീ ബ്രേക്ക് ആണ്. ഇപ്പോ ടീ ബ്രേക്കിന് ശേഷം ചർച്ചയ്ക്ക് ചോദ്യങ്ങൾ മാത്രമല്ല കേട്ടോ, അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. മാത്സ് ഇങ്ങനെ തന്നെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോ എന്നാലും ടീ ബ്രേക്കിന് Okay.